السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ഈ വേദിയിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മളൊക്കെ. റബ്ബ് സുബ്ഹാനഹു വ തആല റമദാനിനെ ഏറ്റവും നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തുന്ന, വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒട്ടനവധി ആളുകൾ വിവിധങ്ങളായ വിഷമങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിൽ അനുഭവിക്കുന്നവർ ദുആ ചെയ്യാൻ നമ്മോട് എല്ലാവരോടും പറഞ്ഞേൽപ്പിച്ചവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കിടയിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികളായ മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം പ്രദേശങ്ങളിലെ ഏത് പ്രോഗ്രാമിലും സാന്നിധ്യമായിരുന്ന ചേലേമ്പ്രയിലെ അബ്ദുൽ ഖാദർ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നമ്മോട് വിട പറഞ്ഞത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ സഹോദരന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖബർ ജീവിതം സന്തോഷപൂർണ്ണമാക്കുമാറാവട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സ്ഥാനം നൽകി അദ്ദേഹത്തെയും നമ്മെയും എല്ലാം അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് തസ്ഫിയ ആദർശ പ്രഭാഷണമാണ്. തസ്ഫിയ എന്ന ശുദ്ധീകരണം എന്നാണ് അതിനർത്ഥം. വിശുദ്ധ റമദാൻ പൊതുവെ ശുദ്ധീകരണത്തിന്റെ സമയമാണ്. അതൊരു ബാഹ്യമായ ശുദ്ധീകരണം മാത്രം പോരാ. അതിനപ്പുറത്ത് തെറ്റായ മേഖലയിൽ നിന്ന് എല്ലാം ശുദ്ധിയായി നന്മയിലേക്ക് ശരിയായതിലേക്കുള്ള
യഥാർത്ഥ മടക്കം കൂടിയാണ് തസ്ഫിയ എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് ദീന് പഠിപ്പിച്ചു പോയെങ്കിലും പിന്നീട് വ്യത്യസ്തങ്ങളായ തലമുറകൾ മാറി വരുമ്പോൾ ആ ശരിയായ ദീനിലേക്ക് പലതും കടത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് വിശ്വാസരംഗത്തുണ്ട്, കർമ്മങ്ങളിലുണ്ട്, ആചാരങ്ങളിലുണ്ട്, അനുഷ്ഠാന മുറകളിലുണ്ട്, ജീവിതത്തിലെ എല്ലാ മേഖലയിലും അങ്ങനെ മതത്തിൽ ഇല്ലാത്തതിനെ മതത്തിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് മതമായി വ്യാഖ്യാനിക്കുന്ന, ഇല്ലാത്തത് ആളുകളെ പറഞ്ഞ് ആളുകൾ തെറ്റിദ്ധരിപ്പിച്ച് ആ തെറ്റായ വഴിയിലൂടെ ആളുകൾ സഞ്ചരിക്കാൻ നിമിത്തമാകുന്ന പ്രവണതകൾ എന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്നും അതിന് കുറവില്ല. ഖിയാമത്തിലേക്ക് അടുക്കുന്തോറും ഫിത്നകൾ വർദ്ധിച്ചു വരുമെന്നാണല്ലോ പ്രമാണങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയത്. ഏറ്റവും ശരിയായ മതം ഇസ്ലാമാണ് എന്നതിനാൽ തന്നെ ഏത് ഒറിജിനലിലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് ആര് പറഞ്ഞുവെന്നല്ല, എത്ര തലമുറകളായി കൈമാറിപ്പോരുന്നുവെന്നല്ല, ഭൂരിപക്ഷം ഏത് വിശ്വാസ മേഖലയാണ് എന്നതല്ല, ഔദ്യോഗികത ചാർത്തുന്നത് ഏതിനാണ് എന്നല്ല, അതിനപ്പുറത്ത് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എങ്കിൽ അതാണ് ശരി, അതാണ് ഔദ്യോഗികം. പ്രമാണങ്ങളെ പിൻബലമില്ല എങ്കിൽ മറ്റെന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി, അതൊന്നും ഇസ്ലാമിന്റെ തനതായ വിശ്വാസമായി ആദർശമായി കണക്കാക്കാവതല്ല. അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് എന്റെ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മതത്തിന്റെ പേരിൽ വ്യാജനകൾ വരുമ്പോൾ, ഡ്യൂപ്ലിക്കേറ്റുകൾ വരുമ്പോൾ ശരിയെ വേർതിരിക്കാനുള്ള മാനദണ്ഡം വിശുദ്ധ ഖുർആൻ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡം നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയായ ഒരാൾ പ്രസംഗിക്കുന്ന ഭാഗം കേട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശ്രദ്ധിക്കുക നിങ്ങൾ. എല്ലാറ്റിലും ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനുണ്ട്. വാല്യബിൾ ആണോ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവാതിരിക്കില്ല. ഈമാനിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനലും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ഖുർആൻ പറയുന്നു. വൈദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് എന്താണോ ചെയ്തത്, എങ്ങനെയാണോ ജീവിച്ചത്, എന്താണോ വിശ്വസിച്ചത്, അതുപോലെ നിങ്ങൾ വിശ്വസിക്കുവിൻ. ഇതാണ് യഥാർത്ഥ ദീനുൽ ഇസ്ലാം, ഇതാണ് യഥാർത്ഥ അഹ്ലുൽ ഇസ്ലാം. ഇതാണ് ശരി, അത് സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസമില്ല കാര്യത്തിൽ. അപ്പൊ ഒരു കാര്യം ശരിയാണോ അല്ലേ, ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ തിരിച്ചറിയാനുള്ള മാനദണ്ഡം വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതാണ് അദ്ദേഹം വിശദീകരിച്ചത്. ആളുകൾ അഥവാ സ്വഹാബിമാർ എങ്ങനെ സ്വീകരിച്ചുവോ, എന്ത് വിശ്വസിക്കുവോ അത് വിശ്വസിക്കുക, അതപ്പടി സ്വീകരിക്കുക. അത് വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ ആയത്തുകളിലൂടെ പഠിപ്പിച്ചു. ഹദീസുകളും അത് ധാരാളമായി വിശദീകരിക്കപ്പെട്ടു. ഒരായത്ത് അദ്ദേഹം പറഞ്ഞത്, അഥവാ ആ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക. ആമിനു കമാ ആമനന്നാസ്, സ്വഹാബിമാർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക, അതാണ് ശരിയുടെ വഴി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തി. അതേപോലെ അല്ലാഹു വീണ്ടും പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. നേരായ വഴി സ്വീകരിക്കണമെങ്കിൽ സ്വഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അവർ സ്വീകരിച്ച മാർഗത്തെ മാർഗമായി സ്വീകരിക്കണം. അതാണ് ഹിദായത്തിന്റെ വഴിയെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു. നബി തങ്ങളും പരിചയപ്പെടുത്തി, എന്റെയും എന്റെ സ്വഹാബത്തിന്റെയും മാർഗമാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന്. സ്വഹാബിമാരും പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ മൻ കാന മിൻകും മുസ്തന്ന ഫല്യസ്തന്ന ബിമൻ ഖദ് മാത് ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആരെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ സ്വഹാബത്തിന്റെ മാർഗം സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്, കാരണം അബറ ഹാദിഹിൽ ഉമ്മത്തി ഖുലൂബ, ഈ ഉമ്മത്തിലെ ഏറ്റവും നന്മ നിറഞ്ഞ ഖൽബിന്റെ ഉടമകൾ സ്വഹാബിമാരാണ്. വഅഅ്മഖഹാ ഇൽമ, ഈ ഉമ്മത്തിലെ ഏറ്റവും അഗാധമായ ജ്ഞാനമുള്ളവർ സ്വഹാബത്താണ്. വഅഖല്ലഹാ തകല്ലുഫ,
ഈ ഉമ്മത്തിൽ ഒട്ടും ജാടകളില്ലാത്തവർ സ്വഹാബത്താണ്. നബിയുടെ കൂടെ സഹവസിക്കുവാനായി അല്ലാഹു തആല പ്രത്യേകമായി തിരഞ്ഞെടുത്ത സമൂഹമാകുന്നു അവർ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ശരി. ആ ശരി പ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും മറ്റേത് അമലാണെങ്കിലും അത് സ്വീകാര്യമായി മാറുകയുള്ളൂ. അടിസ്ഥാനം തെറ്റിപ്പോയാൽ ആ ശരിയായ റൂട്ടിൽ നിന്ന്, ആ സ്വഹാബത്തിന്റെ നിലപാടിൽ നിന്ന്, ആ മൻഹജിൽ നിന്ന്, അഹ്ലുസുന്നയുടെ മാർഗത്തിൽ നിന്ന് വഴിമാറിപ്പോയാൽ പിന്നെ എന്തൊക്കെ ചെയ്താലും ശരി ആ അമലുകൾ സ്വീകാര്യമല്ല, അതിന് യാതൊരു അർത്ഥത്തിലുമുള്ള പരിഗണനയുമില്ല എന്നാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. ലോകത്ത് വലിയ ഭക്തന്മാരായി രംഗത്ത് വന്നവരായിരുന്നു ഖവാരിജുകൾ. ധാരാളമായി അമൽ ചെയ്തവരായിരുന്നു ഖദരികൾ. പക്ഷേ സ്വഹാബിമാർ പ്രഖ്യാപിച്ചു അവർ ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി അവിടെ വിശ്വാസം ശരിപ്പെടുത്താതെ അത് സ്വീകാര്യമല്ല എന്നാണ്. ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും ശരി വിശ്വാസം ശരിയാവാതെ അതൊന്നും സ്വീകാര്യമല്ല എന്ന് പഠിപ്പിച്ചെങ്കിൽ ശരിയായ വിശ്വാസം, ശരിയായ നിലപാട്, ശരിയായ ആദർശ ആചാര മേഖലകൾ അത് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് സഹോദരങ്ങളെ നമ്മുടെ ദീന് സത്യസന്ധമായി മാറുന്നത്. ആ നിലക്കുള്ള തസ്ഫിയ, ഒരു ശുദ്ധീകരണമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമസ്കാര ശേഷം ബാക്കി നമുക്ക് വിശദീകരിക്കാം. നിസ്കാരം കഴിഞ്ഞ് വേഗം വരിക. ബഹുമാനായ മുജാഹിദ് ബാലുശ്ശേരി വന്നുകൊണ്ടിരിക്കുന്നു. ഈ രണ്ട് സംസാരങ്ങളും ഇൻഷാ അല്ലാഹ് ഈ ഒരു മർമ്മത്തിൽ ഊന്നിക്കൊണ്ട് നമ്മുടെ വിശ്വാസ കർമ്മ മേഖലകളെ എങ്ങനെ ശുദ്ധീകരിക്കണമെന്ന ഒരു സന്ദേശമാണ് ഇൻഷാ അല്ലാഹ് നൽകുക. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, നാം സൂചിപ്പിച്ചത് വ്യാജനകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുമെന്നത് യാഥാർത്ഥ്യമാണ്. ആ വ്യാജനകൾക്കിടയിൽ ശരിയെ വേർതിരിച്ചറിഞ്ഞ് ആ ശരിയുടെ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. അതല്ലാതെ ഭൂരിപക്ഷം നോക്കി, ആളുകൾ താല്പര്യം നോക്കി, പാർട്ടി തീരുമാനം നോക്കി ഒക്കെ ദീനിൽ എന്ത് മാറ്റത്തിരുത്തലുകൾക്കും വിധേയമായി പോകുമ്പോൾ നഷ്ടമാകുന്നത് പരത്രികമായ ജീവിതമായിരിക്കും. ഐഹിക ലോകത്ത് നൈമിഷികമായ ജീവിതമാണ് നമുക്കുള്ളത്. എപ്പോഴാണോ നമ്മുടെ ആയുസ് അവസാനിക്കുന്ന ആ നിമിഷം നമ്മൾ യാത്ര പോകേണ്ടവരാണ്. അതിന് പ്രായ വ്യത്യാസമില്ല, സമയമില്ല, ദേശമില്ല. നാം ലോകത്തെവിടെയാണെങ്കിലും അയ്നമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ എവിടെയാണെങ്കിലും മരണം നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് ശേഷമുള്ളതാണ് യഥാർത്ഥ ജീവിതം. അവിടെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിഞ്ഞെങ്കിലാണ് അവൻ വിജയിച്ചുവെന്ന് പറയാൻ കഴിയുക. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത്, ഫഖദ് ഫാസ്, തീർച്ചയായും അവനാണ് വിജയിക്കുന്നത്. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. തീർച്ചയായും ഐഹിക ജീവിതം എന്നത് വഞ്ചനാ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വിശുദ്ധ ഖുർആൻ അതിനെ കൂടെ ഓർമ്മപ്പെടുത്തിയെങ്കിൽ സഹോദരങ്ങളെ, ശരിയായ വിശ്വാസത്തെ, ശരിയായ ആദർശത്തെ പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ ക്രമീകരിക്കുക എന്നത് പാരത്രികമായ മോക്ഷത്തിനുള്ള അടിസ്ഥാന കാരണമാണ്. മതത്തിന്റെ പേരിൽ എന്തെല്ലാം വിശ്വാസാചാരങ്ങളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. പടച്ച റബ്ബിനോട് മുഴുകുന്ന മഹാന്മാരെ സ്ഥാപിക്കുന്ന ആളുകൾ, ലോകം നിയന്ത്രിക്കുന്ന മുദബ്ബിറുൽ ആലമാണെന്ന് പോലും ചില മനുഷ്യന്മാരെ കുറിച്ച് പറഞ്ഞു പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഒരു ഭാഗത്തെത്തുമ്പോൾ മറുഭാഗത്ത് ദീനിനു വേണ്ടി
ജീവൻ തന്നെ മാറ്റിവെച്ച മഹാന്മാരായ ആളുകളെ ഇകഴ്ത്തുന്നുവെന്ന് മാത്രമല്ല, അവരെ ഇമാമാക്കാൻ കൊള്ളാത്തവരാണ്, സ്വീകാര്യമല്ലാത്തവരാണ്, അവർക്ക് മതത്തിനെതിരായി കൈകാര്യം ചെയ്ത് പോയവരാണ് എന്നുള്ള അങ്ങേയറ്റം അപകടം പിടിച്ച വാദങ്ങളും മറുഭാഗത്ത് നാം കേൾക്കുകയാണ്. രണ്ടിനും മധ്യയാണ് ശരി എന്നുള്ളത് നാം തിരിച്ചറിയുക. ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ കടന്നുപോയ മാനുഷികമായ ദൗർബല്യങ്ങൾ മുഴുവനും ഉണ്ടായിരുന്ന ഒരു മനുഷ്യരെ പിടിച്ചുകൊണ്ടാണ് മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നവനെന്ന ഒരു വലിയ റഹ്മാനായ റബ്ബിന്റെ സ്ഥാനം തന്നെയും വകവെച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം അവരെ കൊണ്ടുപോയി എത്തിച്ചത്. ജീവിതത്തിൽ വ്യത്യസ്തമായ പരീക്ഷകളിലൂടെ കടന്നുപോയവനാണ് CM മടവൂർ എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് ഏതാണ്ട് 30 കൊല്ലമാണ് മൂത്ര തടസ്സത്തിന് അസുഖം ഉണ്ടായത്. അവനവന്റെ മൂത്രം നിയന്ത്രിക്കാൻ കഴിയാതെ 30 കൊല്ലത്തോളം അതുമായി കഴിച്ചു കൂട്ടിയ മനുഷ്യനാണ് ലോകം നിയന്ത്രിക്കുമെന്ന് പിന്നെ വളരെ ചില മനുഷ്യന്മാർ പ്രസംഗിക്കാൻ തുടങ്ങിയത്. അവിടെയാണ് വ്യതിയാനങ്ങളുടെ, അപജയങ്ങളുടെ അങ്ങേ തല നമ്മൾ കാണുന്നത്. രണ്ടു വഴിക്കാണ് വ്യതിയാനം ഉണ്ടാവുക. അഹ്ലുസ് സുന്നയിൽ നിന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് രണ്ടു വഴിക്കാണ് വ്യതിയാനം ഉണ്ടാവുക. മുൻഗാമികൾ പരിചയപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകരും എന്തൊന്ന് പഠിപ്പിച്ചാലും ശരി, ഇല്ലാ വലിശ്ശൈത്വാനി ഫീഹി നിസ്ഗതാൻ, രണ്ടാൽ ഒരു നിലയ്ക്ക് പിശാചതിൽ ഇടപെടാതിരിക്കയില്ല. ഇമ്മാ ബിസിയാദ വ ഇമ്മാ ബിതഖ്സീർ, ഒന്നുകിൽ അതിലേക്ക് പലതും കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ അതിൽ നിന്ന് പലതും എടുത്തൊഴിവാക്കും. രണ്ടാൽ ഒരു നിലയ്ക്കേ വ്യതിയാനമുള്ളൂ. പ്രമാണങ്ങളെ ശരിയാവണ്ണം സ്വീകരിച്ച് ആ പ്രമാണം ജീവിതത്തിൽ പാലിച്ചു പോകുന്നുവെങ്കിൽ അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിപ്പോവുക ഒന്നുകിൽ പ്രമാണമല്ലാത്തതിനെ പ്രമാണമാക്കി മാറ്റിക്കൊണ്ടാണ്. ഇല്ലാത്ത കഥകൾ, കെട്ടുകഥകൾ, സ്വപ്നങ്ങൾ, കാലക്കീരകൾ, ലഈഫും മൗളൂഉമായ റിപ്പോർട്ടുകൾ അതെല്ലാം ദീനിന്റെ ഭാഗമായി കൊണ്ടുവരികയും എന്നിട്ട് അതൊക്കെ പ്രമാണമായി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഒരു ഭാഗമെങ്കിൽ, മറുഭാഗത്ത് സ്ഥിരപ്പെട്ട പ്രമാണങ്ങൾ തന്നെയും നിരാകരിക്കലാണ്. അതാണ് തഖ്സീർ. ഒന്ന് സിയാദത്താണ്, മറ്റൊന്ന് തഖ്സീറാണ്. സിയാദത്ത് എന്നാൽ മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണ്. ഇല്ലാത്ത നിസ്കാരങ്ങൾ കൊണ്ടുവരിക, ഇല്ലാത്ത നോമ്പ് കൊണ്ടുവരിക, ഇല്ലാത്ത നിസ്കാരവും ഇല്ലാത്ത നോമ്പും മാത്രമല്ല, ഇല്ലാത്ത ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ തുടങ്ങി വ്യത്യസ്തമായ തലങ്ങൾ, വ്യത്യസ്തമായ ആചാരങ്ങൾ, വ്യത്യസ്തമായ ഉത്ഥാനങ്ങൾ മതത്തിന്റെ പേരിൽ വ്യാജമായി തിരികെ കയറ്റി കൊണ്ടുവരുന്നതാണ് വ്യതിയാനത്തിന്റെ ഒരു മാർഗം സിയാദത്ത്. മറ്റൊന്ന് തഖ്സീറാണ്, മതത്തിൽ ഉള്ളതിൽ കമ്മിയാക്കുക. ഉള്ളതെ തന്നെയും വെട്ടി ചുരുക്കി അതിലൊക്കെ കൊത്തി മാറ്റി ഇല്ലാതാക്കി അത് മതമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുക. അത് രണ്ടിനും മധ്യയാണ് യഥാർത്ഥ ഇസ്ലാം എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ സ്ഥാനങ്ങൾ, അവന്റെ മഹത്വങ്ങൾ, അവന്റെ സവിശേഷതകൾ പടപ്പുകൾക്ക് വകവെച്ചു കൊടുക്കുന്ന ശിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും ബിദ്അത്തിന്റെയും വലിയ വ്യത്യസ്തങ്ങളായ മേഖലകൾ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് വ്യാപകമാണ്. റഹ്മാനായ റബ്ബിന്റെ റഹ്മാനിയത്തിന്റെ പവർ അതുപോലും അല്ലാഹു അല്ലാത്തവർക്ക്, മഹാന്മാർക്ക് ഉണ്ടാകുമെന്ന് വരെ പ്രസംഗിക്കാൻ ധൈര്യം കാണിക്കുന്നിടത്തേക്ക് ഇന്ന് പല ഉസ്താദുമാരും എത്തി. ഒരു സംസാരം നിങ്ങൾ ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്, വല്ല നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായുകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ ഔസുല്ലാഹ് തങ്ങൾക്ക്, അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. അൽഹംദുലില്ലാഹ്, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. മടവൂര് നാട്ടിൽ ജനിച്ചവരൊക്കെ ഭാഗ്യവാന്മാർ തന്നെ. മടവൂർ ശൈഖുനായെ കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അവരെ കണ്ട് ബന്ധപ്പെട്ടവരെയെങ്കിലും കാണാനും
അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ട്, ഇത് നിന്ന് കിട്ടൂല. അങ്ങനെ പോണ്ട. അപ്പൊ എന്താ പറഞ്ഞത്? അല്ലാഹു തആല എവിടുന്ന് വിളിച്ചാലും പടച്ചറബ് ഉത്തരം ചെയ്യാൻ കഴിയും. എങ്ങനെ തേടിയാലും അത് കേൾക്കാൻ കഴിയും. അത് റഹ്മാനായതുകൊണ്ടാണ്. ആ റഹ്മാനിയത്തിന്റെ പവർ മുഹീദ്ദീൻ ശൈഖിന് കിട്ടി. നഅഊദു ബില്ലാഹ്. ആ റഹ്മാനിയത്തിന്റെ പവർ CM മടവൂര് കിട്ടിയത്രേ. റഹ്മാനായ റബ്ബിന്റെ കഴിവുകളെ, അവന്റെ ഖുദ്റത്തിനെ, അവന്റെ സിഫത്തുകളെ മഹാന്മാർക്ക്, അടിമകൾക്ക് വെച്ചുകൊടുക്കുന്ന അങ്ങേ അറ്റത്തെ വ്യതിയാനം ഇവിടെ സമൂഹത്തിൽ പച്ചയായി നിലകൊള്ളുന്നു. അല്ലാഹുവിന്റെ റസൂലിനെ വന്ന് കണ്ട് ഒരാൾ പറയുന്നു, നബിയേ മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളും പടച്ചോനും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് നടക്കുക. അല്ലാഹും റസൂലും ഉദ്ദേശിച്ചാൽ അതാണ് ഉണ്ടാവുക, സംഭവിക്കുക എന്ന് പറയുമ്പോൾ നബി ഞങ്ങൾ എന്താ പ്രതികരിച്ചത്? അജഅൽതനീ ലില്ലാഹി നിദ്ദാ, നീ എന്നെ അല്ലാഹുവിനോട് തുല്യമാക്കുകയാണോ എന്ന്, നീ എന്നെ റബ്ബിനോട് തുല്യമാക്കുകയാണോ എന്നാ നബി ഞങ്ങളുടെ ചോദ്യം. അല്ലാതെ എനിക്ക് എല്ലാ പവറുമുണ്ട്, പടച്ച റബ്ബ് എല്ലാ പവറും തന്നിട്ടുണ്ട് എന്നല്ല പഠിപ്പിക്കുന്നത്. ഇത് പറയല്ല എന്നാൽ നീ എന്നെ അല്ലാഹുക്ക് തുല്യമാക്കുകയാണോ എന്നാ ചോദിക്കുന്നത്. സമാനമായ എത്ര സംഭവങ്ങളാണ്. വാള് തൂക്കിയിട്ട് ബറക്കത്തെടുക്കാൻ സിദ്ധിയുണ്ടാകാൻ ഒരു മരം വേണം നബിയെ, താങ്കൾ നിശ്ചയിച്ചു തരണം നബിയെ എന്ന് പറയുമ്പോൾ ഇജ്അൽ ലനാ ദാത അൻവാതിൻ കമാലഹും ദാതു അൻവാത്, നബിയെ അവർക്കെല്ലാം ഉണ്ടല്ലോ ചില മരങ്ങളൊക്കെ, അവരൊക്കെ മരത്തിൽ കൊണ്ടുപോയി പലതും കെട്ടിത്തൂക്കുന്നു, അതിൽ കൊണ്ടുപോയി ആയുധം തൂക്കി വെക്കുന്നു, അതിലൂടെ പ്രത്യേകമായ സിദ്ധി ലഭിക്കുന്നു. അത്തരം ഒരു മരം നമുക്കും വേണം നബിയെ, നിങ്ങളത് നിശ്ചയിച്ചു തരണം എന്ന് പറയുമ്പോൾ നബി ഞങ്ങളുടെ പ്രതികരണം എന്താ? ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കെല്ലാം ഇലാഹുകൾ ഉള്ളതുപോലെ, അവർക്കെല്ലാം ആരാധ്യന്മാർ, കാണാവുന്ന ദൈവങ്ങൾ ഉള്ളതുപോലെ നമുക്കും വേണം നബിയെ അത്തരം ആരാധ്യന്മാർ, ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ് നബി ഞങ്ങളുടെ പ്രതികരണം. അതാണ് നാളത്തെ കാര്യമറിയുന്ന പ്രവാചകൻ ഞങ്ങളെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് കുട്ടികൾ പാട്ടുപാടിയപ്പോഴേക്ക് നബി ഞങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്. ഇല്ല മക്കളെ, അങ്ങനെ പാടല്ല, അത് പറയല്ല. കാരണം നാളത്തെ കാര്യമറിയാൻ പടച്ച റബ്ബിനല്ലാതെ കഴിയുകയില്ല. ആകാശലോകങ്ങളിലോ ഭൂമി ലോകത്തോമുള്ള ഒരാളും തന്നെ പറയുകയില്ല, മറഞ്ഞ കാര്യം അറിയുകയില്ല, അദൃശ്യമറിയുകയില്ല, ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അറിയുകയില്ല. ഇതാ നബി തങ്ങളുടെ മാതൃക, ഇതാ സ്വഹാബത്തിന്റെ മാതൃക. പടച്ച റബ്ബിലേക്ക് അടുപ്പിക്കാനാ അവരൊക്കെ പരിശ്രമിച്ചത്. കഅബയാണ് സത്യമെന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോഴേക്ക് പിന്നെ തിരുത്തി കൊടുക്കുകയാണ്. ഇല്ല, അങ്ങനെ പറയല്ല. ലാ വറബ്ബൽ കഅബ, കഅബയാണ് സത്യമെന്ന് പറയല്ല. അനിവാര്യമെങ്കിൽ പറയേണ്ടത്, പറയാവുന്നത് കഅബയുടെ റബ്ബാണ് സത്യമെന്ന് പറയാം, അല്ല കഅബയാണ് സത്യമെന്ന് പറയാൻ പാടില്ല. മൻ കാന ഹാലിഫ ഫൽയഹ്ലിഫ് ബില്ലാഹ്, വല്ലവനും സത്യം ചെയ്യുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്യട്ടെ. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് കഫറ ഔ അശ്റക, വല്ലവനും അല്ലാഹു അല്ലാത്ത പേരിൽ സത്യം ചെയ്താൽ അവൻ ചെയ്തത് കുഫറാണ്, അല്ലെങ്കിൽ ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതാണ് ശരിയായ ദീൻ, അതാണ് സിറാത്തുൽ മുസ്തഖീം. അതിൽ പിന്നെ വ്യതിയാനം എങ്ങനെയാ? ഇമ്മാ ബിസിയാദ വ ഇമ്മാ ബിതഖ്സീർ, ഒന്നുകിൽ കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ എടുത്തൊഴിവാക്കുക. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് കൂടി സത്യം ചെയ്യുന്ന പ്രവണത ഇന്ന് വ്യാപകമാണ്. ഖബറാളിയെ കൊണ്ട് സത്യം ചെയ്യുന്നു, പല സൃഷ്ടിയെയും കൊണ്ട് സത്യം ചെയ്യുന്നു, ജാറത്തിനെ പോയി സത്യം ചെയ്യുന്നു, നമ്മൾ നിങ്ങളാണ് സത്യമെന്ന് പറയുന്നു, മുഹീദ്ദീൻ ശൈഖാണ് സത്യമെന്ന് പറയുന്നു. അങ്ങ് തുടങ്ങി ഏതെല്ലാം സൃഷ്ടികളെ പേരാ സത്യം ചെയ്യുന്നത്. ഒരു സൃഷ്ടിയും സത്യം ചെയ്യപ്പെടാൻ അർഹനല്ല. സത്യം ചെയ്യപ്പെടാൻ അർഹതയുള്ളത് റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. പക്ഷെ ഇവിടെ ചെയ്യുന്നത് ചില മഹാന്മാരെ പേരിൽ പറഞ്ഞു 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 പ്രചരിപ്പിച്ച് ഇല്ലാ കഥകൾ വെച്ച് അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുപോയി അവരോധിക്കുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്പിയാക്കളും ഔലിയാക്കൾക്കും അല്ലാഹു തആല
നിശ്ചയിച്ച മുഅ്ജിസത്ത് കറാമത്ത് എന്ന് പറയുന്ന അമാനുഷികമായ അത്ഭുതകരമായ അല്ലാഹുവിന്റെ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി അല്ലാഹു തആല പ്രകടിപ്പിക്കുന്ന ആ അത്ഭുതങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് അത് സാമാന്യവൽക്കരിച്ചുകൊണ്ട് അത് കൊടുത്ത കഴിവാണ് എന്ന് വാദിക്കുകയും എന്ന് അതിന്റെ മറവിൽ ലോകത്തെ വെറുതെ വിളിച്ചാലും വിളി കേൾക്കാനുള്ള കഴിവുണ്ട് എന്ന്, എല്ലാം അറിയാനുള്ള കഴിവുണ്ട് എന്ന്, ഭാഷകൾക്കതീതമായി, ദേശങ്ങൾക്കതീതമായി, ആവശ്യങ്ങൾക്കതീതമായി, സമയങ്ങൾക്കതീതമായി അവരൊക്കെ കാണാനും കേൾക്കാനും സഹായിക്കാനും ഇടപെടാനും എല്ലാം കഴിയുന്നവരാണ് എന്ന് ഇവരെ പഠിപ്പിക്കുന്നു. എന്തിനേറെ അല്ലാഹുവിന്റെ റസൂല് വരെ നമ്മുടെ നാട്ടിൽ കൂടെ എല്ലാ സ്ഥലത്തും വരും, നബിയെ കാണും, CM നബിയെ കാണലുണ്ട്, പലപ്പോഴും അവിടുന്ന് കാണാൻ പറ്റും എന്ന് വരെയാണ് ഇന്ന് ഉസ്താദുമാർ പ്രസംഗിക്കുന്നത്. ഒരു ഭാഗം ശ്രദ്ധിക്കുക നിങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? ഞാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുവള്ളി വെച്ച് കണ്ട്, വയനാട്ടിൽ വെച്ച് കണ്ട്, അങ്ങനെ കണ്ടാൽ പിന്നെ കൂടിയാൽ പിന്നെ പിരിയലില്ല. അവര് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അങ്ങേയറ്റത്തെ ബന്ധത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്താണ്, നമ്മുടെ കൂടെയാണ്. എല്ലാ പ്രവൃത്തികളും നമ്മൾ കണ്ടാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെയോ ചെയ്തു അത് അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മൾക്ക് മുസാഫഹത്ത് ചെയ്താൽ അല്ലാഹുവിന്റെ റസൂൽ കയ്യ് വിളിച്ചാറില്ല, ബഹുമാനപ്പെട്ടവരെ കയ്യ് വിളിച്ചാൽ കണ്ടോ, എല്ലാം അല്ലാഹുവിന്റെ റസൂലിനെ പോലെ എന്നാ. കാരണം CM മടവൂര് അല്ലാഹുവിന്റെ റസൂലിനെ എപ്പോഴും കാണലുണ്ട്. എവിടുന്ന് കാണാം? കൊടുവള്ളിയിൽ കാണും, വയനാട്ടിൽ നിന്ന് കാണും, ഇങ്ങനെ എല്ലാ സ്ഥലത്തും റസൂലിനെ കാണലാണ് CMന് പണി ചെയ്ത. അങ്ങനെ CMന് കൈയ്യൊടുത്താൽ റസൂലുള്ളാഹി കൈയ്യൊടുത്ത പോലെ, CM എന്ത് ചെയ്താലും നബിതങ്ങൾ ചെയ്യുന്ന പോലെ. ഇങ്ങനെ ഇപ്പൊ നബിതങ്ങൾ ഇങ്ങനെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെ കൊടുവള്ളിയിലും വയനാട്ടിലും കിടന്ന് ചുറ്റിത്തിരിയാൻ കൈയ്യൊടുക്കാനും ബലപ്പം കൂടാനും വേണ്ടി. സ്വപ്നത്തിലല്ല അതൊക്കെ പണ്ട് സ്വപ്നം കാണാനൊക്കെ പണ്ടായിരുന്നു. ഇന്നതൊന്നല്ല, നേർക്കുനേരെ കാണും, എപ്പോഴും കണ്ടുമുട്ടാം, എങ്ങനെയും കാണാം എന്ന നബിനെ കണ്ട എത്രമാര് മനുഷ്യന്മാരുണ്ടെന്ന് അപ്പൊ പറയുന്നത്. സ്വപ്നം കണ്ടതല്ല, അത് വേറെ. നബിയെ കണ്ട ധാരാളം ആളുകളെ പരിചയമുള്ള മനുഷ്യനാണ് നിങ്ങളുടെ നാട്ടിലെ മുദരിസ്, ചാലിയത്തെ മുദരിസ് റസൂലുള്ളാഹിനെ കണ്ട ഒരുപാട് മനുഷ്യന്മാരെ കണ്ട ആളാ. മിക്കവാറും താബിയാകാൻ സാധ്യതയുണ്ട്. റസൂലുള്ളാഹിനെ കണ്ട സ്വഹാബിയായിരുന്നു, സ്വഹാബിയെ കണ്ടാലോ താബിയായി, മൂപ്പര് പറയാ എനിക്ക് ധാരാളം ആളെ പരിചയമുണ്ട്. നബി തങ്ങളെ നേർക്കുനേരെ കണ്ടവർ, സ്വപ്നം കണ്ട് പിന്നെ പറയും വേണ്ടതാ. കേട്ടോളൂ നിങ്ങൾ. എത്ര മജ്‌ലിസുകളിലാണ് മുത്ത് റസൂലുള്ളാഹി ഹാദിറായത്. ഇപ്പോഴതാണ് ഞാൻ പറയുന്നത്. റസൂലുള്ളാഹിനെ നേരെ നേത്രങ്ങളെ കൊണ്ട് കണ്ട 4-ലേറെ ആളുകളെ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ എനിക്ക് പരിചയമുണ്ട്. വിശ്വസ്തരാണ് ഞാൻ പറയുന്നത്. ഇതൊരു ചെറിയതായി കാണരുത് മുഅ്മിനീങ്ങൾ. നമുക്ക് തങ്ങളൊന്ന് കാണണം. ഉറക്കത്തിൽ കണ്ടവർക്ക് 100-ലേറെ ആളുകൾ, ചെറുതും വലുതുമായി, ചെറിയ മക്കൾ കണ്ടത്, സ്ത്രീകൾ കണ്ടത്, പുരുഷന്മാര് കണ്ടത്, എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞവരും എന്റെ അരികിൽ വന്ന് പറഞ്ഞവരും ഞാൻ അവരെ വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞവരും കുറെ തങ്ങൾ വന്നു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ നബിയെ എനിക്ക് നല്ലൊരു പെണ്ണിനെ തങ്ങൾ കല്യാണാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചിത്രം കാണിച്ചു കൊടുത്ത് കല്യാണം ചെയ്ത സംഭവങ്ങൾ എനിക്ക് 2 ആളുകളെ പരിചയമുണ്ട്. അതിൽ നാടന്മാരുണ്ട്, മൂല്യമാരുണ്ട്. അല്ലാഹുവിന്റെ റസൂലുമായി അല്ലാഹു നമുക്ക് ബന്ധം നൽകട്ടെ. ഇങ്ങനത്തെ ഒരു നേതാവിന് അല്ലാഹു ലോകത്തിന് കൊടുത്തിട്ടില്ല. നമ്മൾ ഇവിടുന്ന് സങ്കടപ്പെട്ടാൽ ഉടൻ ഉറക്കത്തിൽ വരില്ലേ, അല്ലെങ്കിൽ അതിന് പരിഹാരം തരില്ലേ? എത്ര സംഭവങ്ങളാണ് കിതാബിൽ പറഞ്ഞത് 100 കണക്കിനുണ്ട്. അനുഭവങ്ങൾ നിങ്ങൾ ആളെ കൊണ്ടുപോയി ഇങ്ങനെ കാണിച്ചു തരാൻ എനിക്ക് കഴിയും. അങ്ങനെ കാശിട്ടിയൊരാക്കൂട്ടത്തിലുണ്ട്, പ്രയാസം തീർന്നവരാക്കൂട്ടത്തിലുണ്ട്, രോഗം മാറിയൊരാക്കൂട്ടത്തിലുണ്ട്, മന്ത്രിച്ചു കൊടുത്തൊരാക്കൂട്ടത്തിലുണ്ട്, സ്വലാത്ത് കൊടുത്തൊരാക്കൂട്ടത്തിലുണ്ട്. എത്രയാണ് സമൂഹത്തിലുള്ളത്? അപ്പൊ കണ്ടോ, ഇപ്പൊ എല്ലാരും നബിയെ കാണും, എപ്പോഴും കാണാം, എങ്ങനെയും കാണാം. എമ്പാടും ആളുകൾ, അതിന് പൈസ ഇട്ടാനുണ്ട്, സോക്കടുമാരുണ്ട്, പല സൈസ് ഉണ്ട്. നബി ഇങ്ങനെ എല്ലാം കൊണ്ടെടുക്കുക. എന്താ വേണ്ടി അപ്പുറത്ത് കൊടുക്കാൻ? ഒരു പെണ്ണ് വേണതാ, ഫോട്ടോ കാണിച്ചാ ഇത് പറ്റുമോ? ആ പറ്റും, ഞാൻ കെട്ടിക്കോ. എന്താ സഹോദരന്മാർ ഇതൊക്കെ? ഇപ്പം നാളെ ക്ലിപ്പ് കേട്ടൊരു സാധാരണക്കാർ ഉസ്താദിനെ ഫോൺ ചെയ്യുന്നു, ഉസ്താദ് ഞാൻ CM ഒരു സ്വപ്നം കണ്ടു, എനിക്ക് 2 ലക്ഷം കടണ്ട്, നിങ്ങളെത്തുനിന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് മുണ്ടാട്ടെ, അത് ഉസ്താദ് വിശ്വസിക്കണില്ല. ഇപ്പം ഉസ്താദ് CM പറഞ്ഞാണ് നിങ്ങളെ വന്ന് കണ്ടാൽ നിങ്ങളെത്തുനിന്ന് പൈസ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പര് പിന്നെ ഉരുണ്ട് കളിക്കുക, അത് വിശ്വസിക്കൂല. അതൊക്കെയാണ് എനിക്കുള്ള പണി. ഇതിനൊക്കെ
ഓനെ വിളിക്കുക, എല്ലാവരും ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോരാ. അപ്പൊ സഹോദരന്മാർ, ഇങ്ങനെ അല്ലാഹും റസൂലും പഠിപ്പിച്ച ദീനിന് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഇന്നിവിടെ വിശ്വാസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആളുകളെ പടച്ച റബ്ബിൽ നിന്ന് അകറ്റി പടപ്പുകളിലേക്ക് കൊണ്ടുപോകുന്ന പ്രവണതയാണ് വ്യാപകമായി കൊണ്ടെടുക്കുന്നത്. അങ്ങനെ എല്ലാ സ്ഥലത്തും ജാറുണ്ടാക്കുക, ഓരോന്നും അവിടുന്ന് ഇവിടുന്ന് കിരാവ് കണ്ടും സ്വപ്നം കണ്ടും തട്ടിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് ഓരോ ഔലിയാക്കന്മാരായി അങ്ങനെ പ്രചരിപ്പിച്ചിട്ട് പിന്നെ കറാമത്ത് പ്രചരിപ്പിക്കാൻ കുറച്ച് ആളുകളും. ഇതൊന്നും നടി തുടങ്ങിയതല്ല, പഴയകാലം മുതലേ ഉണ്ട്. ത്വരീഖത്തുകാർ, സൂഫികൾ രംഗത്ത് വന്ന കാലം മുതൽ ഈ കറാമത്തിന്റെ പേരിലുള്ള കച്ചവടങ്ങൾ ലോകത്തുണ്ട്. ഏതാണ്ട് 1000 കൊല്ലത്തോളം പഴക്കമുണ്ട് കറാമത്ത് കച്ചവടങ്ങൾക്ക്. ഈ ഉമ്മത്തിന് ഒന്നാമത്തെ ജാറമുണ്ടായത് ഹിജ്റ 300-കളിലാണ്. ഒന്നാമത്തെ ജാറം, അതുവരെ ജാറമില്ല. ഖബറുണ്ട്, പക്ഷെ ജാറമില്ല. ഒന്നാമത്തെ ജാറമുണ്ടായത് ഹിജ്റ 300-കളിൽ ഇറാഖിലാണ്. ഹുസൈൻ ഇബ്നു അലിയുടെ പേരിൽ വ്യാജമായ ജാറമുണ്ടായി. അതാണ് ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ ജാറം. അത് ഷിയാക്കളാണ്ടാക്കിയത്. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ടാണ് ജാറങ്ങൾ വ്യാപകമായി മാറിയത്. ആ ഷിയാക്കളുടെ സൃഷ്ടിയാണ് ത്വരീഖത്തുകാർ. തസവുഫ്, സൂഫിസം എന്നത് ഷിയാ സൃഷ്ടിയാണ്. അതുകൊണ്ട് ആ ഷിയാ ആശയത്തെ ആ ത്വരീഖത്തുകാർ ഏറ്റെടുത്തു. അങ്ങനെ അവർ ആ ജാറത്തിന്റെ ഖബറുകളുടെ വ്യവസായികളായി പ്രചാരകരായി മാറി. അങ്ങനെ എമ്പാടും കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്ന രീതിയുണ്ടായി. ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് 700-കൾ ജീവിച്ച അബൂ ഹയ്യാൻ ഉൻദുസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നമ്മളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിലെങ്ങാനും ഹസൻ ബസ്രി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹമൊക്കെ എന്തായിരിക്കും പറയാന്ന്. അബൂ ഹയ്യാൻ ഹിജ്റ 700-കളിലാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് 500-ഓളം സ്വഹാബിമാരെ കണ്ട് ദീനു പഠിച്ച ഹിജ്റ 110-ൽ വഫാത്തായ പ്രഗത്ഭനായ താബിഇയാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹ്. അന്നത്തെ ഇസ്ലാമിനെതിരെ വരുന്ന എല്ലാ പ്രവർത്തകർക്കുമെതിരെ അതിശക്തമായ നിലപാടെടുത്തതാണ് ഹസൻ ബസ്രി. ചില ആളുകൾ ദുആ ചെയ്തപ്പോൾ, പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശബ്ദം കൂടിയപ്പോൾ ഹസൻ ബസ്രി പറഞ്ഞു, ഇതല്ല സ്വഹാബത്തിന്റെ മാർഗം, ഇതല്ല സ്വഹാബത്തിന്റെ മാർഗം. ഹസൻ ബസ്രി പറയാൻ, ഞങ്ങളൊക്കെ സ്വഹാബിമാരെ കണ്ടിട്ടുണ്ട്, അവരൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഇൻഹുവ ഇല്ലൽ ഹംസു ബൈനഹും വബൈന റബ്ബിഹിം, അവരൊക്കെ പ്രാർത്ഥന അവരും പടച്ചറബുമായുള്ള സ്വകാര്യ സംഭാഷണങ്ങളായിരുന്നു, അല്ലാതെ അവർ പ്രാർത്ഥനയ്ക്ക് ശബ്ദം കേൾക്കുമായിരുന്നില്ല. നിങ്ങളിതാ പ്രാർത്ഥിക്കുമ്പോ ശബ്ദം കൂടിപ്പോകുന്നു എന്ന് പറഞ്ഞ് ശബ്ദം കൂട്ടിയതിനെയല്ല കൂടിയതിനെ ആക്ഷേപിച്ച മാതൃകയാണ് ഹസൻ ബസ്രിയിലുള്ളത്. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് തഫ്സീർ ബഹർ മുഹീത്തിൽ അബൂ ഹയ്യാൻ റഹിമഹുല്ലാഹ് സൂറത്ത് അറാഫിന്റെ ആയത്തിനെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തി വെച്ച് കാണാം, വലൗ ആശൽ ഹസനു ഇലാ ഹാദ സമാനിൽ അജീബ്. ഈ അത്ഭുതകരമായ ഇക്കാലത്തൊക്കെ ഹസൻ ബസ്രി ജീവിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാന്ന്. അന്ന് ശബ്ദം കൂടിയപ്പോ അദ്ദേഹം ആക്ഷേപിച്ചെങ്കിൽ ഇന്നത്തെ കണ്ട അദ്ദേഹം എന്താ പറയാ? എന്താ അന്നുള്ളത്? ഇത് 700-കൾ എഴുതി വെക്കുകയാണ്. 700 കൊല്ലം മുമ്പ് അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുക. ഇപ്പൊ ചില ആളുകൾ വന്നിട്ടുണ്ട്, ചില ആളുകൾക്ക് ഇപ്പൊ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഒരു സ്വയം പേര് സ്വീകരിക്കുന്നത് മശായിഖന്മാർ, ശൈഖുനമാർ എന്ന് സ്വയം പേരിട്ടുകൊണ്ട് ഇപ്പൊ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെ പ്രത്യേകമായ വേഷം സ്വീകരിക്കും. ആളുകളുടെ മനസ്സിൽ മേന്മയുടെ വേഷമായി അറിയപ്പെടുന്ന വേഷമാണ് സ്വീകരിക്കുക. ജോലിക്കൊന്നും പോകുന്നില്ല അവര്, അധ്വാനിക്കാൻ തയ്യാറില്ല അവര് പള്ളി തന്നെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രത്യേകമായ കേന്ദ്രം ഉണ്ടാക്കി അവിടെ കൂടുകയാണ്. എന്നാൽ ജനങ്ങൾ അവരെ കാണാൻ വരുന്നു, ജനങ്ങൾ അവരെ കണ്ട് കൈമുത്തുന്നു, അവരങ്ങനെ കൈ നീട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചില മനുഷ്യന്മാർ ഇന്ന് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട് എന്ന് 700 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെക്കുകയാണ്. ജനങ്ങൾക്ക് ചുംബിക്കാൻ വേണ്ടി കൈ അവരങ്ങ് നീട്ടിക്കൊടുക്കുന്നു. അവർക്ക് കുറെ ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാരെ പണി എന്താണ് എന്നോ, ശിഷ്യന്മാരെ പണി ഈ ശൈഖുനാക്ക് വേണ്ടി ആ ശിഷ്യന്മാരങ്ങ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ശൈഖുനയുടെ കറാമത്തുകളെ അവരെങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് കുറെ ശിഷ്യന്മാരുണ്ട് എന്ന് അതൊക്കെ രേഖപ്പെടുത്തി കിതാബാക്കി അത് പ്രചരിപ്പിക്കുന്നു. ശേഷം അദ്ദേഹം പറയാ, എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം, ഈ ആളുകൾക്കും സ്വതക്ക നൽകാനും അവർക്ക് വേണ്ടി നേർച്ച നേടാനും അവിടേക്ക് വഖഫ് ചെയ്യാനും ഒക്കെ ആളുകൾ തയ്യാറാകുന്നുവല്ലോ, ഇതാണ് എനിക്ക് വല്ലാത്ത അത്ഭുതമെന്ന് 700 കൊല്ലം മുമ്പ് രേഖപ്പെടുത്തി വെക്കുക. അപ്പൊ ഇന്നൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ എഴുതിക്കുക?
അന്നക്കാലത്ത് എഴുതിയെങ്കിൽ ഇന്ന് എന്താ എഴുതി വെക്കുക? അത്രയേറെ മതം കച്ചവടമായി മാറി. മതത്തിന്റെ മറവി ഇല്ലാത്ത വിശ്വാസങ്ങൾ, മഹാന്മാരെ പേര് പറഞ്ഞ്, കറാമത്തിന്റെ പേര് പറഞ്ഞ്, സ്വപ്നത്തിന്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത കഥകളും വിശ്വാസങ്ങളും പ്രചരിപ്പിച്ച് ആളുകളെ പടച്ച റബ്ബിൽ നിന്നകറ്റി പടപ്പിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഒരാളെ കുതുബുൽ അഖ്താബ്, മറ്റാളെ കുതുബുസ്സമാന്, ഒരാളെ ഗൗസുൽ ആലം, ഒരാളെ മുദബ്ബിറുൽ ആലം, ഇങ്ങനെ എല്ലാ സ്ഥാനങ്ങളും ഇന്ന് പടപ്പുകൾക്കാണ്. ഹിജ്റ 630 വഫാത്തായ സുൽത്താനുൽ ഉലമ എന്ന് അന്നറിയപ്പെട്ട ഇസ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ്, ഇപ്പോഴത്തെ സുൽത്താനുൽ അല്ലാതെ അത് വളരെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഹിജ്റ 630 മരിച്ച സുൽത്താനുൽ ഉലമ അഹ്ലുസ് സുന്നയുടെ ഏറ്റവും വലിയ ശബ്ദം, ഖാമിഉൽ ബിദ്അ മുഹയ്യിസ് സുന്ന, സുൽത്താനുൽ ഉലമ എന്ന അപരനാമം അറിയപ്പെട്ടതാണ് ഇസ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ്. മുഹയ്യിസ് സുന്ന, സുന്നത്തിനെ ജീവിപ്പിക്കുന്നവൻ. ഖാമിഉൽ ബിദ്അ, ബിദ്അത്തിന്റെ കണ്ടകോടാരിയായവൻ. സുൽത്താനുൽ ഉലമ, ഉലമാക്കളുടെ രാജാവായവൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ഇസ് ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് അദ്ദേഹം അന്ന് കിതാബ് എഴുതി. ഓസും കുത്തുബുമൊന്നും പടച്ച റബ്ബ് പരിചയപ്പെടുത്തിയതല്ല, അല്ലങ്ങനെ വെച്ചിട്ടില്ല. ഇൻഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വലാ ആബാഉകും, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരും പേരിട്ട ചില പേരുകൾ മാത്രമാണത് എന്നാണ്. സമ്മൈതുമുഹാ അൻതും വ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും പേരിട്ട ചില പേരുകൾ മാത്രം, അല്ലാതെ മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അല്ലാഹു തആല യാതൊരു പ്രമാണവും അതൊന്നും ഇറക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിസാലത്തും ഫിൽ ഖുത്ബി വൽ അഗ്യാസി വൻ നുഖബാഇ വൻ നുജബാ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഹിജ്റ 600കളിൽ അദ്ദേഹം ഒരു ഗ്രന്ഥം തന്നെ എഴുതി. ഈ വക പേരൊന്നും ഇല്ല, ഇതൊക്കെ ആരോ തട്ടിക്കൂട്ടി കൊണ്ടുവന്നതാണ്, അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടില്ല, നബി തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് അഹ്ലുസ് സുന്നയുടെ നേതാക്കന്മാർ അക്കാലത്ത് കിതാബ് പോലും എഴുതി വെച്ചു. ഇന്ന് ഓരോരുത്തർക്കും ഓരോ പേരാണ്. ഈ പറഞ്ഞ പോലെ ഒരാളെ മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്ന, മറ്റാളെ ഖുതുബുൽ അഖ്താബ്, അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട്, ഖുതുബുൽ അഅ്ലം ഏറ്റവും വലിയ അച്ചുതണ്ട്, ഗൗസുൽ ആലം ഏറ്റവും വലിയ സഹായി. എവിടുന്നാ കിട്ടിയതൊക്കെ? സൂഫികൾ വെച്ച പേര് എന്നല്ലാതെ, ആരോ ഉണ്ടാക്കി വിട്ട പേര് എന്നല്ലാതെ മറ്റൊന്നുമില്ല. അതിന് കുറെ കിനാക്കഥകൾ, നബിയെ സ്വപ്നം കണ്ടു, മറ്റാളെ സ്വപ്നം കണ്ടു, ഇയാളെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കഥകൾ ഉണ്ടാക്കുക. നബിയെ സ്വപ്നം കണ്ടാൽ പോലും, യഥാർത്ഥത്തിൽ നബിയെ കണ്ടാൽ പോലും, നബിയെ യഥാർത്ഥത്തിൽ സ്വപ്നം കണ്ടു വിചാരിക്കാം, അതുകൊണ്ട് ഒരാൾ സ്വർഗത്ത് പോകാം? ഇല്ലല്ലോ. ഒരാൾ യഥാർത്ഥത്തിൽ നബിയെ സ്വപ്നം കണ്ടാൽ തന്നെ അതുകൊണ്ട് സ്വർഗത്ത് പോവോ? ഇല്ല. സ്വഹാബിയാകോ? ഇല്ല. അതുകൊണ്ട് ദീനിൽ ഒരു പുതിയ ഹുക്മ സ്ഥിരപ്പെടുമോ? ഇല്ല. നബി ഞങ്ങളെ സ്വപ്നത്തിൽ കണ്ടു, നാളെ നീ സുബഹി നിസ്കരിക്കണ്ടായിരുന്നു, നിസ്കരിക്കാൻ പറ്റുമോ? പറ്റൂല. നബി ജീവിതത്തിൽ എന്ന് പറഞ്ഞതുണ്ട്, അതാണ് പ്രമാണം. പിന്നെ എന്താ നബി അങ്ങനെ പറയോ? നബി പറയില്ല. അപ്പൊ വേറെ രൂപത്തിൽ പിശാച് വന്ന് പറഞ്ഞതായിരിക്കാം. നബിയുടെ രൂപത്തിൽ പിശാച് വരിക ശരിയാണ്, നബിയുടെ രൂപത്തിൽ പിശാച് വരിക ഇല്ല. എന്നാൽ അല്ലാത്ത രൂപത്തിൽ വന്നുകൊണ്ട് ഞാൻ നബിയാന്ന് പറഞ്ഞൂടെ? പറയാം. ആളെ കാണാതെ ശബ്ദം മാത്രം കേട്ടുകൂടെ? പിശാച് വന്ന് ആളെ കാണൂല, വിളിക്കും, ഞാൻ നബിയാന്ന് പറയും, ഞാൻ അല്ലാഹ് എന്ന് പറയും, ഒക്കെ ചെയ്യാം. മുഹ്യിദ്ദീൻ ശൈഖ് പറയുന്നുണ്ട് അദ്ദേഹത്തെ കിതാബിൽ, അദ്ദേഹത്തെ അൽ ഗുൻയാലി ത്വാലിബി ത്വരീഖിൽ ഹഖ് എന്ന കിതാബിൽ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുന്നുണ്ട്, ഞാൻ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആകാശം ഒന്നാകെ മേഘാവൃതമായി, ആകെ ഇരുട്ട് മൂടി, ഒന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് ആ മേഘത്തിനുള്ള ഉള്ളൊരു വിളി, യാ അബ്ദുൽ ഖാദിർ അന റബ്ബുക, അല്ലയോ അബ്ദുൽ ഖാദിർ, ഞാൻ നിന്റെ റബ്ബാകുന്നു. അത് അഹ്ലൽതു ലക്കൽ മുഹറമാത്, എല്ലാ ഹറാമുമില്ല നിനക്ക് ഞാൻ ഹലാലാക്കി തന്നിരിക്കുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് പറയാ, എനിക്ക് മനസ്സിലായി ഇത് മറ്റോന്റെ പരിപാടിയാ. ഞാൻ ഉടനെ പറഞ്ഞു, അല്ലാഹുവിന്റെ ശത്രു, ശപിക്കപ്പെട്ടവനെ, നീ പോടാ എന്ന് മുഹ്യിദ്ദീൻ ശൈഖ് പ്രഖ്യാപിച്ചു. പിന്നെ കാർമേഘമില്ല, ശബ്ദമില്ല, ഒന്നുമില്ല. അപ്പൊ കൂടുതൽ ചോദിച്ചു, അല്ല ഇത് ശൈത്താനാ, എനിക്ക് എങ്ങനെ മനസ്സിലായി? മുഹ്യിദ്ദീൻ ശൈഖ് പറഞ്ഞു, ആ ഒറ്റ വാക്ക് മതി, എല്ലാ ഹറാമും ഹലാലാക്കി തന്നപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഓൻ്റെ തട്ടിപ്പാണ്. ഇന്നിപ്പോ നമ്മള് മുദരിസായി, ഞാൻ കേട്ടതല്ല, എന്നോട് എത്ര ആള് വന്നു, വീട്ടിൽ വന്ന് പറഞ്ഞു, ഫോൺ ചെയ്ത് പറഞ്ഞു, ഞാൻ കേട്ടതാണ് എന്ന് പറയും. അങ്ങനെ കേട്ടിട്ട് കാര്യമില്ല എന്നാണ് മുഹ്യിദ്ദീൻ ശൈഖ് നേർക്കുനേരെ കേട്ടതാ, പക്ഷേ കാര്യമില്ല എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞല്ലോ, വെള്ളത്തിന് മീതെ നടക്കുന്നത് കണ്ടാലും വായുവിലൂടെ പറക്കുന്നത് കണ്ടാലും ശരി, വഞ്ചനയായി പോകേണ്ടതില്ല. അവന് ദീൻ എന്താ നോക്കിക്കോ,
വിശ്വാസം എന്താ നോക്കിക്കോ, നിലപാടെന്താ നോക്കിക്കോ. അത് ശരിയല്ലാത്ത ഒരാൾ ഇങ്ങനെ പറന്നു പോണത് കണ്ടു. നമ്മളെ അങ്ങാടി കൂടെ പരസ്യമായിട്ട് പറന്നു പോവാണ്, എല്ലാവരും കാണുന്നു. ഇനിയിപ്പോ എന്താ നിഷേധിക്കാൻ? ഇപ്പൊ ഉറപ്പായില്ലേ വഹാബി എന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഇമാം ഷാഫി പറയാണ്, അങ്ങനെ പറന്നു പോകുന്നത് കണ്ടാലും നീ പെട്ടുപോകേണ്ടതില്ല, പിശാചവനെ താങ്ങിക്കൊണ്ടു പോവുകയാണ് എന്ന് വിചാരിച്ചാൽ മതി. പണ്ട് നമ്മൾ ശബാബിൽ 99 ലേഖനമായി വന്നിരുന്നത്. ഇന്ന് ശബാബിലേക്ക് അന്ധവിശ്വാസമാണ്, അത് വേറെ കാര്യം. പിശാചവനെ താങ്ങെടുത്ത് കൊണ്ടുപോവുകയാണ് എന്ന് വിചാരിക്കാന്നല്ലാതെ ഓന് കറാമത്തുണ്ട്, ഒരു ഔലിയാണ് എന്ന് വിചാരിക്കണ്ട എന്നാണ് ഇമാം ഷാഫി റഹിമഹുല്ല അന്ന് പരിചയപ്പെടുത്തിയത്. അതാണ് സിറാത്തുൽ മുസ്തഖീം, അതാണ് ശരിയായ നിലപാട്. അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു, അതാണ് നമ്മുടെ പ്രമാണം. അതിനപ്പുറത്ത് ഏതാളെ കിരാവ് കണ്ടാലും എത്രായിരം ആളുകളെ പറഞ്ഞാലും മഹാഭൂരിപക്ഷം ഒന്നിച്ച് സ്വീകരിച്ചാലും തലമുറകളായി കൈമാറിപ്പോഴുന്ന കാര്യമാണെങ്കിലും ശരി, അതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് അതിന്റെ മറവിലാണ് പാട്ടും ബെയ്ത്തുകളും മാലപ്പാട്ടുകളും മൗലീദുകളും കുത്തുബിയത്തുകൾ റാത്തീബുകൾ ഹദ്ദാദ് എല്ലാം പിൽക്കാലത്തുണ്ടായി വന്നതാ. എന്തിന്? ഈ മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ആ മഹത്തുക്കളുടെ സ്നേഹം കിട്ടാൻ, സഹായം കിട്ടാൻ, മദത് കിട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കഥകൾ ഓരോരുത്തരുണ്ടാക്കി കൊണ്ടുവരിക. സഹോദരങ്ങളെ, അതൊക്കെ വ്യതിയാനത്തിന്റെ ഒരു ഭാഗമാണ്, സിയാദത്താണ്, മതത്തിലേക്ക് കൂട്ടിച്ചേർക്കലാണ്. അല്ലാഹും റസൂലും പഠിപ്പിക്കാത്തത് ഈ മതത്തിലേക്ക് കൂട്ടിച്ചേർത്തി കൊണ്ടുവന്നാൽ എത്ര വലിയ ആൾ കൂട്ടിച്ചേർത്താലും ശരി, അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് പിശാച് ഇടപെടും എവിടെയും. അല്ലാഹും റസൂലും പഠിപ്പിച്ച ഏതു കാര്യത്തിലും ഇല്ലാ വലിശൈത്വാനി ഫീഹി നസ്ഗതാനി, പിശാച് രണ്ടാൾ ഒരു നിലക്ക് ഇടപെടാതിരിക്കുകയില്ല. ഒന്നുകിൽ കൂട്ടിച്ചേർക്കും, അല്ലെങ്കിൽ വെട്ടിമാറ്റും. വെട്ടിമാറ്റാൻ നിഷേധങ്ങൾ, സ്ഥിരപ്പെട്ടതിനെ ഒഴിവാക്കുക. വിശുദ്ധ ഖുർആനിൽ വന്നാലും ശരി, ഹദീസിൽ കണ്ടാലും ശരി, സ്വഹീഹായാലും ശരി, നമുക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരപ്പെട്ട പ്രമാണങ്ങളെ പരിഹസിക്കുന്ന രീതികൾ, അത് വ്യതിയാനത്തിന്റെ മറുഭാഗമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ്. ഹദീസ് സംരക്ഷണത്തിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചു. ചെറിയ പ്രായത്തിൽ ആരംഭിച്ചതാ. 10 വയസ്സിന് മുമ്പേ ഖുർആൻ ഹിഫ്ലാക്കി, ഹദീസുകൾ കാണാപാഠം പഠിച്ചു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്ക് മീശ മുളക്കും മുമ്പ് ഞാൻ ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ്. മീശ മുളക്കും മുമ്പ് ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു. ഒന്നാമത്തെ കിതാബ് ഇമാം ബുഖാരി രചിക്കുമ്പോൾ ഇമാം ബുഖാരിക്ക് വയസ്സ് 16 ആദ്യത്തെ കിതാബ് ഖലായ അസ്സഹാബത്തി വത്താബിഈൻ എന്ന ഒന്നാമത്തെ ഗ്രന്ഥം ഇമാം ബുഖാരി രചിക്കുമ്പോൾ ഇമാം ബുഖാരിക്ക് 16 വയസ്സ് പ്രായമാണ്. മദീന പള്ളിയുടെ പുറത്ത് നിലാവുള്ള രാത്രിയിൽ ആ നിലാവെളിച്ചം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം എന്ന കിതാബ് എഴുതിയത് എന്നാണ്. അതാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുന്ന് അങ്ങോട്ട് 62 വയസ്സ് വരെയുള്ള ആ ജീവിതകാലം എല്ലാം അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി മാറ്റിവെച്ചവരാണ്. എത്ര സഞ്ചരിച്ചു? അക്കാലത്ത് ഇമാം ബുഖാരി സഞ്ചരിച്ചത് 16,000 കിലോമീറ്റർ ആണ് ഹദീസുകൾ ശേഖരിക്കാൻ വേണ്ടി. 16,000 കിലോമീറ്റർ ആ കാലഘട്ടത്തിൽ. നിങ്ങൾ ഗൂഗിൾ കയറിയിട്ട് ഇമാം ബുഖാരി യാത്രകൾ സെർച്ച് ചെയ്താൽ അതിന്റെ മാപ്പ് അടക്കം ലഭിക്കും. ഇമാം ബുഖാരി ഏത് നാട്ടിൽ നിന്ന് എങ്ങോട്ട് പോയി, അവിടുന്ന് എങ്ങോട്ട് പോയി, അവിടുന്ന് എങ്ങോട്ട് പോയി, ഇമാം ബുഖാരിയുടെ എല്ലാ യാത്രയും റൂട്ട് മാപ്പ് അടക്കം ഇന്ന് നമ്മളെ മതവിദ്യാർത്ഥികൾ, സൗദി അറേബ്യയിലേക്കുള്ള മതവിദ്യാർത്ഥികൾ ഇമാം ബുഖാരി ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചുകൊണ്ട് അതിനെ മാപ്പിലൂടെ സെറ്റ് ചെയ്തത് നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. 16,000 കിലോമീറ്റർ ആ കാലഘട്ടത്തിൽ ഹദീസ് ശേഖരിക്കാൻ വേണ്ടി സഞ്ചരിച്ചൊരു മഹാമനുഷ്യൻ. ഓരോ ഹദീസിന്റെയും എല്ലാ പരിശോധനയും പൂർത്തിയായതിനു ശേഷം വുദൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഇസ്തിഖാറത്തിലെ പ്രാർത്ഥന നിർവഹിച്ചിട്ടാണ് ആ ഓരോ ഹദീസും ആ കിതാബിലേക്ക് രേഖപ്പെടുത്തിയത്. എല്ലാ പരിശോധനയും കഴിഞ്ഞ് അത് പരിശോധിക്കാൻ കൊടുത്ത ഇമാം അഹ്മദിനാണ്, യഹ്യ ഇബ്നു മഈനാണ്. ആ 2 മഹാപണ്ഡിതന്മാർ ഇത് പരിശോധിച്ചു, അവർ അംഗീകരിച്ചു എന്ന് മാത്രമല്ല ആ കിതാബിലെ 4 ഹദീസുകളെ കുറിച്ച് ഇമാം അഹ്മദ് ഒരു ചെറിയ അഭിപ്രായം ചോദിച്ചു. ഇമാം അഹ്മദ് അഭിപ്രായം ചോദിച്ചുവെന്ന ഒറ്റക്കാലത്താൽ ഇമാം ബുഖാരി ആ 4 ഹദീസും ആ കിതാബിൽ നിന്ന് ഒഴിവാക്കി. അല്ല, ആ കിതാബിൽ വേണ്ട മറ്റു കിതാബിലേക്ക് ചേർത്തു. അത്ര സൂക്ഷ്മമായി ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരി.
നമ്മളാരെങ്കിലും ബുക്ക് എഴുതുന്ന പോലെ, ലേഖനം എഴുതുന്ന പോലെ കുത്തിക്കുറിച്ച് ഇരുന്ന് എഴുതിയിട്ട് പ്രസ്സിനെ കൊടുത്തയച്ച് അത് പ്രിന്റ് ചെയ്ത് അങ്ങനെ വരുന്നതല്ല ഇമാം ബുഖാരിയുടെ അന്നത്തെ ശൈലി. നേരെ മറിച്ച് ഈ വക പരിശോധന പൂർത്തിയാക്കിയതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിപ്പുള്ള കാലത്ത് അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് ആ സ്വഹീഹ് ബുഖാരി കേട്ടു പഠിച്ച ശിഷ്യന്മാർ 90,000 ശിഷ്യന്മാരാണ്. അന്നത്തെ മഹാപണ്ഡിതന്മാർ 90,000 മഹത്തുക്കളാണ് ഇമാം ബുഖാരിയുടെ മുമ്പിൽ നിന്ന് സ്വഹീഹ് ബുഖാരി കേട്ടു പഠിച്ചവർ. ലക്ഷക്കണക്കായ മനുഷ്യന്മാരാണ് ലോകവ്യാപകമായി സ്വഹീഹ് ബുഖാരി ഹിഫ്ലാക്കിയവർ. ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ലക്ഷക്കണക്കായ ആളുകൾ സ്വഹീഹ് ബുഖാരിക്ക് സനദുള്ളവർ, ഇജാസയുള്ളവർ. ഇമാം ബുഖാരി വരെ എത്തുന്ന പരമ്പരയോടുകൂടി ഓരോ ഹദീസും ഉദ്ധരിക്കാൻ കഴിയുന്നവർ, അത് സനദുള്ള ആളുകൾ, ലക്ഷക്കണക്കായ ആളുകൾ ഇന്നും ലോകാടിസ്ഥാനത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്നിട്ടാണ് ഇവിടെ ചില മനുഷ്യന്മാര് ഇപ്പൊ പറയാൻ തുടങ്ങിയത് ഇമാം ബുഖാരി മതത്തിന് ഇമാമാക്കാൻ പറ്റൂല, ഇമാം ബുഖാരിയെ ദീനിന് ഇമാമായി സ്വീകരിക്കാൻ പറ്റൂല, അതിനുള്ള നിലവാരമൊന്നുമില്ല എന്ന ആശയം ഇന്ന് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. ശ്രദ്ധിക്കാൻ നിങ്ങൾക്കറിയാം. സിഹർ കണ്ണേറ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ബുഖാരിയെ ഇമാമായി സ്വീകരിക്കുമോ എന്നത് പോയി നിങ്ങളുടെ ഇമാമ് ബുഖാരി ആകുന്നുണ്ടോ എന്നതാണ് നമ്മുടെ സംശയം. ഞങ്ങളുടെ ഇമാമായി പരിചയപ്പെടുത്തുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, വിശുദ്ധ ഖുർആനാണ്. അങ്ങനെ മറുപടി പറയാനാണ് മുസ്ലിം ലോകം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇമാം ബുഖാരിയെ ഇമാമായി, മതപരമായ ഒരു ഇമാമായി സ്വീകരിക്കാൻ കഴിയില്ല. കണ്ടകള് ഇമാം ബുഖാരിയെ മതപരമായി ഇമാമായി സ്വീകരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. പിന്നെ ആരെ നമ്മൾ സ്വീകരിക്കാം? നബി ഞങ്ങൾ നേരെ വന്നിട്ട് ജാബിർ റഹ്മാനിക്ക് പറഞ്ഞു കൊടുക്കണോ? ഞാൻ പഠിപ്പിച്ചിരുന്നതാണിത്. സഹോദരി, 1200 കൊല്ലമായി മുസ്ലിം ഉമ്മത്ത് തർക്കമില്ലാതെ സ്വീകരിച്ചതാണ് അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് എന്ന ഇമാം ബുഖാരിക്ക് പേര്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ്, ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീർ, ഹദീസിലെ അമീറുൽ മുഅ്മിനീൻ ഇമാം ബുഖാരിയാണ്. ഹദീസ് ഉദ്ധരിക്കുമ്പോൾ റവാഹു ശൈഖാനി എന്ന് പറഞ്ഞ പേര് പറയേണ്ട ആവശ്യമില്ല. റവാഹു ശൈഖാനി, 2 ശൈഖുമാർ റിവായത്ത് ചെയ്തിരിക്കുന്നു. ആളെ പേര് പോലും പറയണ്ട. ആരാ 2 ശൈഖാനി? ഇമാം ബുഖാരി, ഇമാം മുസ്ലിം. അവന്റെ പേര് പറയേണ്ട ആവശ്യമില്ല. വേറെ ആരുദ്ധരിച്ചാലും പേര് പറയും. ഇവരുദ്ധരിച്ചാൽ പേര് പോലും പറയേണ്ടതില്ല. റവാഹു ശൈഖാനി, ശൈഖാനി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി, ഇമാം മുസ്ലിമുമാണ്. മുത്തഫഖുൻ അലൈഹി, ഈ ഹദീസ് ഏകോപിച്ചിരിക്കുന്നു. ആര് ഏകോപിച്ചു? പറയേണ്ട ആവശ്യമില്ല, പറയേണ്ട കാര്യമില്ല. മുത്തഫഖുൻ അലൈഹി, ഇത്തിഫാഖായിട്ടുണ്ട്, ഏകോപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അതിന് അറിയപ്പെട്ട കാര്യമാണ്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇത്തിഫാഖായതാണ്. തങ്ങൾക്ക് പറ്റാത്ത ഹദീസ് ആ കിതാബിൽ ഉണ്ട് എന്ന ഒറ്റക്കാലത്താലാണ് ഇമാം ബുഖാരിയെ മതത്തിന് ഇമാമാക്കാൻ പറ്റൂല എന്ന അവസ്ഥ ഉണ്ടായത്. നബി തങ്ങളെ ഇമാമാക്കുന്നവർ നബി തങ്ങളെ മാർഗം സ്വീകരിച്ച മഹത്തുക്കളെ ഇമാമായി സ്വീകരിക്കും. അത് ഇസ്ലാമിന് അന്യമൊന്നുമല്ല. നബി തങ്ങളെ ഇമാമാക്കുന്നതിന്റെ ഭാഗമാണത്. നബി തങ്ങളെ പഠിപ്പിച്ച അധ്യാപനം നബിയിൽ കേട്ട സ്വഹാബിമാരാണ്. ആ സ്വഹാബത്തെ തള്ളി നബിയിലേക്ക് എത്താൻ കഴിയുമോ? ആ സ്വഹാബത്തിൽ നിന്ന് അത് കേട്ടത് താബിഈങ്ങളാണ്. അവരെ തള്ളി നബിയിലേക്ക് എത്താൻ കഴിയുമോ? ആ താബിഈങ്ങളിൽ നിന്ന് അത് കേട്ടവർ താബികളാണ്. ആ ദറജകളിൽ, തുറക്കകളിൽ ഒക്കെ വരുന്നവരാണ് ഈ ഇമാമിങ്ങളൊക്കെ. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് സ്വഹാബിമാരെ കണ്ടുവെന്നാണ് പ്രബലാഭിപ്രായം. 6 സ്വഹാബിമാരെ കണ്ടു എന്ന് ഇമാം അബൂ ഹനീഫയെ കുറിച്ച് പറയുന്നു. ആ അബൂ ഹനീഫ 6 സ്വഹാബികളെ കണ്ടെങ്കിൽ അദ്ദേഹം താബിഈയാണ്. ആ അബൂ ഹനീഫയുടെ ശിഷ്യനാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹ്. ആ ഇമാം മാലിക്കിന്റെ ശിഷ്യനാണ് ഇമാം ഷാഫിഈ. ഇമാം ഷാഫിഈ ശിഷ്യനാണ് ഇമാം അഹ്മദ്. ഇമാം അഹ്മദിന്റെ സമകാലീനാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അവരൊക്കെ ജീവിതം മുഴുവൻ ദീനിനു വേണ്ടി മാറ്റിവെക്കുകയും ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ, ഒരു അമല് പോലും ഒഴിവാക്കാതെ അത്രയേറെ ദീൻ ജീവിതത്തിൽ പാലിച്ചവർ. ഇമാം അഹ്മദ് പറയുന്നുണ്ട്, ഒരൊറ്റ ഹദീസ് ഞാൻ എൻ്റെ കിതാബിലേക്ക് രേഖപ്പെടുത്തിയിട്ടില്ല, ഞാൻ അമൽ ചെയ്തിട്ടല്ലാതെ ഒരു ഹദീസ് എന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടില്ല. നബി തങ്ങൾ ഹിജാമ ചെയ്തു എന്ന ഹദീസുണ്ട്. നബി തങ്ങൾ ഹിജാമ ചെയ്തു. ഹിജാമ ചെയ്തവന് കൂലിയായി നബി തങ്ങൾ 1 ദിർഹം നൽകി. ഈ ഹദീസ് രേഖപ്പെടുത്താൻ വേണ്ടി ഇമാം അഹ്മദ് ഹിജാമ ചെയ്തു. ചെയ്ത ആൾക്ക് 1 ദിർഹം കൊടുത്തു. എന്നിട്ടാണ് ഹദീസ് രേഖപ്പെടുത്തുന്നത്.
ഇമാം അഹ്മദ് പറയാണ്, എൻ്റെ ഈ മുസ്നദിൽ ഞാൻ രേഖപ്പെടുത്തിയ മുഴുവൻ ഹദീസുകളും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമൽ ചെയ്തിട്ടുണ്ട്. പ്രാവർത്തികമാക്കിയത് ഒരൊറ്റ ഹദീസ് ഒഴികെ, ഒരു ഹദീസ് ഒഴികെ അതിലേക്ക് അമൽ ചെയ്യാൻ അവസരമുണ്ടായില്ല. നബിതങ്ങൾ ഹിജ്റ പോകുന്ന വേളയിൽ മുസ്ലിക്കുകളെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടു പോയിട്ട് നബിതങ്ങളും സുദീഖും സൗർ ഗുഹയിൽ ഒളിച്ചിരുന്നുവെന്ന ഹദീസുണ്ട്. അതെനിക്ക് അമൽ ചെയ്യാൻ അവസരമുണ്ടായില്ല. അതെനിക്ക് വല്ലാത്ത വേദനയായിരുന്നു. പക്ഷെ പിന്നീട് ഖൽഖുൽ ഖുർആൻ, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണോ സൃഷ്ടിയാണോ എന്ന വിവാദമുണ്ടായി. നാട് മൊത്തം പ്രശ്നമായി. അവസാനം അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ എനിക്ക് ഗുഹയിൽ പോയി ഒളിച്ചിരിക്കേണ്ടി വന്നു. ഫഹമിത്തുല്ലാഹ തആല അലൈഹി. അപ്പൊ ഞാൻ അൽഹംദുലില്ലാഹ് പറഞ്ഞു, കാരണം ആ ഹദീസ് എനിക്ക് ജീവിതത്തിൽ പാലിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ. അതാണ് അവരൊക്കെ. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് പറയണത് ഓലെ ഇമാമാക്കാൻ പറ്റൂല. പിന്നെ ആരെ ഇമാമാക്കല്? സഹോദരങ്ങളെ, മതം നിസ്സാരമല്ല, അത് തമാശയല്ല. തൽക്കാലം ക്ലിപ്പിട്ട് തൽക്കാലം വല്ലതും പറഞ്ഞ് മിമ്പർമേക്കർ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് ആ ആളുകളെ തങ്ങൾ വിചാരിച്ച വഴിയിലേക്ക് അവരെ കൊണ്ടുപോകാനുള്ള ഒരു ഏർപ്പാടല്ല ദീനെന്നത്. ആത്മാർത്ഥമായി പറയട്ടെ, മതത്തിന്റെ പേരിൽ ഇവിടൊക്കെ മിമ്പർ ഉപയോഗിക്കുന്ന ആളുകൾ, ഇവിടേക്ക് ആളുകൾക്ക് ഈ തെറ്റായ സന്ദേശങ്ങളെ കൈമാറുന്ന ആളുകൾ ഒന്ന് മനസ്സറിഞ്ഞ് ആലോചിക്കുക. ഈ പറയുന്ന കാര്യങ്ങളോട് എത്രമാത്രം ആത്മാർത്ഥത പുലർത്താൻ, കൂറ് പുലർത്താൻ സാധിക്കുന്നുണ്ട് എന്നെങ്കിലും ആലോചിക്കുക. ഒരു ഹദീസ് സ്വീകരിക്കാൻ അവർ ധാരാളം കിലോമീറ്റർ സഞ്ചരിക്കുകയും ഇസ്തിഖാർ സംസ്കരിക്കുകയും അന്ന് കൂടിയാലോചിക്കേണ്ട മുഴുവൻ പണ്ഡിതന്മാരും കൂടിയാലോചിക്കുകയും ചെയ്തിട്ടാണ് ഒരു ഹദീസ് രേഖപ്പെടുത്തിയെങ്കിൽ ആ ഹദീസ് ശരിയല്ലെന്ന് പറയാൻ എന്തു ത്യാഗമാണ് ചെയ്തത്. ഒരിക്കലെങ്കിലും സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പഠിച്ചോനെ, ഇതാ ഈ ഹദീസ് ശരിയല്ല എന്നാണ് എനിക്ക് ബോധ്യമാകുന്നത്, ഞാനിതാ സമൂഹത്തോട് അത് ശരിയല്ല എന്ന് പറയാൻ പോകുന്നു റബ്ബേ, അതാണ് ഖൈറെങ്കിൽ ആ ഖൈറിലേക്ക് നീ എന്നെ അടുപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണോ ഇമാം ബുഖാരി മുസ്ലിം അടക്കം ഉദ്ധരിച്ച ഹദീസുകൾ ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചത്? ഒരിക്കലുമല്ല. നേരെ മറിച്ച് തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന ഒറ്റക്കാരത്താൽ അതിനെല്ലാം തള്ളുന്ന, പരിഹസിക്കുന്ന ശൈലിയിലേക്കാണ് ഇന്ന് പല ആളുകളും പോയിക്കൊണ്ടിരിക്കുന്നത്. സംസം വെള്ളത്തെ പരിഹസിക്കുന്നവർ, അജ്വാ കാരയ്ക്ക് പരിഹസിക്കുന്നവർ, സിറാത്ത് പാലവും ഖബർ ശിക്ഷയും മീസാനും അടക്കമുള്ള സംഗതികളെ പോലും ചോദ്യം ചെയ്യുന്നിടത്തേക്കാണ് ആ കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ച് സൂറത്തുൻ നൂറിലെ ആയത്ത് ഓതി. ഇമാം ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാഹ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തിയ സംഭവമാണ്. ഉമർ ഖത്താബ് മിമ്പറിൽ വെച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിലെ ആയത്ത് ഓതുകയാണ്. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദൂ കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും നിങ്ങൾ 100 അടി വീതം അടിക്കണേ എന്ന ആയത്തോതുന്നു മിമ്പറിൽ വെച്ച്. എന്നിട്ട് ഉമർ ഖത്താബ് പറയാണ്, ഭാവിയിൽ ചില ആളുകൾ വരും, ഈ ആയത്തോതിക്കൊണ്ട് അവര് പറയും, അല്ലാഹുവിന്റെ കിതാബിൽ വ്യഭിചാരിയെ അടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ, എറിഞ്ഞുകൊല്ലാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് റജിമിനെ, എറിഞ്ഞുകൊല്ലൽ നിഷേധിക്കുന്ന ആളുകൾ ഈ ഉമ്മത്തിൽ വരാനുണ്ട്. ശേഷം അദ്ദേഹം പറയുന്നു, നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യഭിചാരിയെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്, അബൂബക്കറും ഉമറും അതിന് സാക്ഷിയായിട്ടുണ്ട്. ശേഷം ഉമർ ഖത്താബ് പറഞ്ഞു, അവർ അത് മാത്രമല്ല നിഷേധിക്കുക, അവർ ഖബർ ശിക്ഷ നിഷേധിക്കും, അവർ ശഫാഅത്ത് നിഷേധിക്കും, അവർ സിറാത്ത് പാലം നിഷേധിക്കും, അങ്ങനെ മസീഹ് ദജ്ജാൽ നിഷേധിക്കും, അങ്ങനെ സ്ഥിരപ്പെട്ട പലതിനെയും അവർ നിഷേധിക്കുമെന്ന് അന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്. അല്ല പിന്നെ കണ്ടത് മുഅ്തസിലിയാക്കൾ ഈ പറഞ്ഞൊക്കെ നിഷേധിച്ചു. വ്യഭിചാരം ഇല്ല എന്ന് ആദ്യമായി വാദിച്ചത് അവരായിരുന്നു. ഖബർ ശിക്ഷയെ പരിഹസിച്ചത് ആ മുഅ്തസിലിയാക്കളായിരുന്നു. സിറാത്ത് പാലം ഇല്ലെന്നവർ പറഞ്ഞു, മീസാൻ ഇല്ലെന്നവർ പറഞ്ഞു, ശഫാഅത്ത് ഇല്ലെന്നവർ പറഞ്ഞു, മസീഹ് ദജ്ജാൽ അങ്ങനെ ഒന്നും വരാനില്ല എന്ന് മുഅ്തസിലിയാക്കൾ അക്കാലത്ത് പറഞ്ഞു. അന്നത്തെ പണ്ഡിതന്മാർ അവർക്കെതിരെ ശക്തമായ ഖണ്ഡനവുമായി പ്രതിരോധവുമായി രംഗത്തിറങ്ങി. പിന്നീട് കാലഘട്ടങ്ങളിൽ പലപ്പോഴായി അതിന്റെ ആവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം അബൂ ഇസ്ഹാഖ് ശാത്തിബി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് അൽ-ഇഅ്തിസാം എന്ന കിതാബിൽ അദ്ദേഹം വ്യതിയാനങ്ങളെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, സിറാത്ത് മുസ്തഖീമിൽ നിന്ന് 2 വഴിക്കാൻ തെറ്റിപ്പോവുക, ഒന്നുകിൽ പ്രമാണമല്ലാത്തതിനെ പ്രമാണമാക്കി മാറ്റും, അല്ലെങ്കിൽ പ്രമാണമായതിനെ പ്രമാണമല്ലാതാക്കി മാറ്റും.
എന്ന് ഇമാം ഷാത്തബി ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഈ രണ്ടാമത്തെ വിഭാഗം പ്രമാണമായതിനെ പ്രമാണമല്ലാതാക്കി മാറ്റുക എന്നതിന് ഉദാഹരണമാണ് ഇപ്പോൾ ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറയുന്നു അദാബുൽ ഖബറില്ല, ഖബർ ശിക്ഷ ഇല്ല, സംസം വെള്ളത്തിന് മഹത്വമില്ല, അതേപോലെ ഹജർ അസ്വദിന് മഹത്വമില്ല എന്നൊക്കെ വാദിക്കുന്നവർ ഈച്ച വെള്ളത്തിൽ വീണാൽ ആ ഈച്ച ഒന്നുകൂടി മുക്കിയെടുത്ത് ഒഴിവാക്കിയാൽ ആ വെള്ളം ഉപയോഗിക്കാമെന്ന് പറയുന്ന ഹദീസ് അതവർ നിഷേധിക്കുന്നുണ്ട്. സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് അവർ നിഷേധിക്കുന്നുണ്ട്. കണ്ണേറുമായി ബന്ധപ്പെട്ട ഹദീസ് അവർ നിഷേധിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ രണ്ടാമത്തെ വിഭാഗത്തിന് ഉദാഹരണമാണ് എന്ന് ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ഇമാം അബൂ ഇസ്ഹാഖ് ശാത്തിബി റഹിമഹുല്ലാഹ് കിതാബുൽ ഇഅ്തിസാമിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അതിന്റെ തനി ആവർത്തനമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കില്ല എന്ന ഒറ്റ കാരണത്താൽ എല്ലാത്തിനെയും പരിഹസിക്കുന്ന ശൈലികൾ, അജ്വാക്കാരക്കയെ പരിഹസിക്കുന്ന ഒരു ചങ്ങാതിന്റെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കുക. അജുബാകാരക്ക കഴിച്ചാല് സുമ്മ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സുമ്മ ഏൽക്കൂല എന്ന് പറഞ്ഞത് എല്ലാ വിഷങ്ങളും അല്ല, ചില വിഷങ്ങളാണ്. അതെങ്ങനെ എവിടുന്ന പറയാ? അതെവിടുന്ന കിട്ടിയേ? ചില വിഷങ്ങൾ ഏതൊക്കെയാണ് ആ വിഷങ്ങൾ? അജുവാകാരക്ക എന്ന വാക്സിൻ പ്രതിരോധമല്ലേ, കാരണം നേരത്തെ കൊടുക്കാനാണ് പറഞ്ഞത്. രാവിലെ കഴിച്ചാൽ പിന്നെ അന്ന് വിഷമേൽക്കൂല, സീർ ബാധിക്കൂല എന്നൊക്കെയാണ്. അപ്പം ഞാൻ നേരത്തെ കഴിക്കണം. ഒരു പോളിയോ പോലെ അല്ലെങ്കിൽ അങ്ങനെ വാക്സിനേഷൻ ഉണ്ട്, അതിന് ഭാഗമല്ലേ പരിപാടി, ആയിക്കോട്ടെ കുഴപ്പമില്ല. എത്ര ഹദീസ് ആവശ്യത്തിൽ വന്നത്? നബി തങ്ങൾ പറഞ്ഞ സ്വഹീഹാണെന്ന് തർക്കമില്ലാത്ത മുസ്ലിം ലോകം ഐക്യകണ്ഠന സ്വീകരിച്ചു പോന്ന ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ടാണ് വാക്സിനാണ്, പോളിയോ പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയും എന്ന് അദ്ദേഹം നിഷേധഭാഗത്ത് ചോദിക്കുകയാണ്. ഏത് വിഷ ഏൽക്കാത്തത് എവിടുന്നാണ് കിട്ടിയിരുന്ന ആ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സാദുൽ മആദിൽ കാണാം, ഇമാം അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയിൽ കാണാം, ഇമാം നവവിയുടെ സഹീഹ് മുസ്ലിമിൽ കാണാം. ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാരൊക്കെ ഹദീസിൽ പറഞ്ഞ സുമ്മ ഏതാണ്, വിഷം ഏതാണ് എന്ന് വിവരിച്ചിട്ടുണ്ട്. സ്വന്തമായി വിവരിച്ചതല്ല, സമാനമായി വന്ന മറ്റു ഹദീസുകളെയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവർ പറഞ്ഞ വിശദീകരണമായിരുന്നത്. അതിനെ പരിഹസിക്കുന്നു, സംസം വെള്ളത്തെ പരിഹസിക്കുന്നു. അതേപോലെ ഒരാൾ മാത്രമല്ല, വ്യത്യസ്തമായ ശൈലിയിൽ ഇവിടുത്തെ ഖതീബ് കൂടിയായ അലി മദനി, അദ്ദേഹം അജ്വാകാരക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പരാമർശം നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കറിയാലോ സിഹറിനെ കുറിച്ച്, മാരണം അല്ലേ, സുമ്മ് വിഷമാണ്. അപ്പം മാരണം ബാധിക്കാതിരിക്കാൻ 7 അജ്വാക്കാരൊക്കെ തിന്നാൽ മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു അത്രേ. എന്നിട്ട് അതേ പ്രവാചകന് തന്നെ എന്തും ചെയ്തു, മാരണം ബാധിച്ചും ചെയ്തു. അപ്പം തന്നെ അതിൻ്റെ ആ മത്തിന് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിന്, ആ റിപ്പോർട്ടിന് ഒരു പ്രസക്തിയില്ല. കാരണം മാരണം ബാധിക്കൂല, അത് ഷിർക്കാണ്, ഷിർക്കിന് ഫലമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം. പിന്നെ അത് ബാധിക്കാതിരിക്കാൻ അജ്വാകാരക്കിന് തെരഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ? അഥവാ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസിന് എന്തില്ല, ആ റിപ്പോർട്ടിന് ഒരു പ്രസക്തിയില്ല. കാരണം മാരണം ബാധിക്കുകയില്ല എന്നതാണ് നമ്മളുടെ വിശ്വാസം. ഇനി അവരുടെ അപ്പൊ കണ്ടോ എന്താണ് ആ ഹദീസിന് ഒരു പ്രസക്തിയുമില്ല. ഹദീസ് ദഈഫ് എന്ന് പറയാൻ കഴിയില്ല. മുസ്ലിം ലോകം ഐക്യകണ്ഠേന സ്വഹീഹായി രേഖപ്പെടുത്തിയ ഹദീസാണ്. ഹദീസ് രേഖപ്പെടുത്തുക മാത്രമല്ല, സ്വഹാബത്ത് മുതലുള്ള എല്ലാ തലമുറകളിലും പെട്ട ആളുകൾ അജ്വാക്കാരൊക്കെ ആദരക്ക് ഉപയോഗപ്പെടുത്തിയ എത്ര ചരിത്രങ്ങളുണ്ട്. എന്നിട്ട് പോലും അവനവന്റെ യുക്തി മാത്രം വെച്ചുകൊണ്ട് നമുക്കതുമായി യാതൊരു ബന്ധമില്ല, നമുക്ക് ഹദീസിന് പ്രസക്തിയില്ല, കാരണം സിഹർ ഫലിക്കുക നമ്മളെ വിശ്വാസം. എന്നാ അവർക്ക് വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അതല്ല ഇസ്ലാം, അതല്ല ഇസ്ലാം. ദീനിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളിൽ സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കപ്പെട്ട കാലഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. ഇമാം അശ്അരി മുഅ്തസിലിയത്ത് വിട്ട് കുല്ലാബിയത്ത് വിട്ട് അഹ്ലുസുന്നയിലേക്ക് തൗബ ചെയ്തു മടങ്ങിയിട്ട് അദ്ദേഹം എഴുതിയ അൽ ഇബാന, ആ ഇബാനയിൽ അദ്ദേഹം ഇന്നു മുതൽ എന്റെ നിലപാട് ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുപാട് പോയിന്റ് എണ്ണി 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 പറയുന്നുണ്ട്. ആ കൂട്ടദ്ദേഹം പറയാണ്, നാം വിശ്വസിക്കുന്നു, നമ്മുടെ നിലപാട് സിഹർ ഉണ്ട് എന്നാണ്, സാഹിറുമാർ ഉണ്ട് എന്നാണ്, അത് ദുനിയാവിൽ യാഥാർത്ഥ്യമാണ് എന്നാണ് നമ്മുടെ നിലപാട് എന്ന് അഹ്ലുസുന്നയ്ക്ക് തൗബ ചെയ്തു മടങ്ങിയപ്പോ നിലപാട് പ്രഖ്യാപിച്ച കൂട്ടത്തില് ഇമാം അശ്അരി 4-ാം നൂറ്റാണ്ടുകാരൻ, അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച നിലപാടാണ് സിഹറിന്റെ വിഷയത്തിൽ.
നമ്മൾ യോഗം കൂടിയിട്ട് സിഹിർ ഏൽക്കൂല തീരുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാ സിഹിറിന്റെ പേരിൽ ലോകത്തെമ്പാടും ഒരുപാട് അന്ധവിശ്വാസമുണ്ട്. ആ അന്ധവിശ്വാസങ്ങളെ അന്ധവിശ്വാസമായി തന്നെ കാണണം. കാണുന്നതെല്ലാം സിഹിറാന്ന് വിചാരിച്ച് എല്ലാത്തിൻ്റെയും പിന്നാലെ സിഹിറാന്ന് വിചാരിച്ച് പോകുന്ന അങ്ങനത്തെ രീതിയുണ്ടോ? ഇല്ല. എന്നാ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട്. അത് ധാരാളം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നൂറുകണക്കായ ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. നൂറുകണക്കായ ഹദീസുകൾ, 1, 2, 3, 4, 10, 15 ഒന്നുമല്ല. നൂറുകണക്കായ ഹദീസുകൾ സിഹറുമായി ബന്ധപ്പെട്ട് വന്നു. വിശുദ്ധ ഖുർആനും പറഞ്ഞു, വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്ർ. പിശാചുക്കൾ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു. പിശാചുക്കൾ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു. യുഅല്ലിമൂന, അവർ പഠിപ്പിക്കുന്നു. ആര്? പിശാചുക്കൾ പഠിപ്പിക്കുന്നു. അന്നാസ, ജനങ്ങളെ. അസ്സിഹ്റ, സിഹ്റിനെ പഠിപ്പിക്കുന്നു. പിശാചുക്കൾ ജനങ്ങളെ സിഹ്ർ പഠിപ്പിക്കുന്നു എന്ന് സൂറത്തുൽ ബഖറ 102-ാമത്തെ ആയത്ത്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം ഈ ആയത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, ഫശ്ശയാതീനു ഹുമുൽ അസാതിര. ശൈത്വാന്മാരാണ് സിഹ്റിലെ ഉസ്താദുമാർ, മനുഷ്യന്മാരാണ് തിൽമീദ് ശിഷ്യന്മാർ. ശൈത്താന്മാർ ഉസ്താദ്, മനുഷ്യന്മാർ ശിഷ്യന്മാർ. അങ്ങനെ ആ ഉസ്താദായ ശൈത്താന് ശിഷ്യനായ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഏർപ്പാടാ സിഹർ. സിഹർ പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന കാര്യമാണ്, എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പഠിക്കാൻ പാടില്ല, പഠിപ്പിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, ചെയ്യിക്കാൻ പാടില്ല. എന്നാലോ അങ്ങനെയൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും കൈമാറാനും സാധിക്കുന്ന കഴിയുന്ന കാര്യമാണ് സിഹർ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. യുഅല്ലിമൂനന്നാസ, ആ പിശാചുക്കൾ ജനങ്ങളെ സിഹർ പഠിപ്പിക്കുന്നു. ജിന്നും മീൻസും തമ്മിൽ എന്ത് കാര്യകാരണം ബന്ധയിക്കൂലേ? അതിന് ഉത്തരാണ് ഈ ആയത്ത്. ഇപ്പൊ ചില വലിയ ആളുകൾ കണ്ടെത്തിയ പുതിയ വലിയ ചോദ്യാപ്പത്, ജിന്നും മീൻസും തമ്മിൽ എന്ത് കാര്യകാരണ ബന്ധമുള്ളത്? അതിൽപ്പെട്ട ഒരു കാര്യകാരണ ബന്ധമാണ് ഈ ആയത്ത് പറഞ്ഞത്. അതുകൊണ്ട് ആ സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടാകുന്നത്. ലോകത്തെ മുഅ്തസിലികൾ പറഞ്ഞു സിഹറിന് യാഥാർത്ഥ്യമില്ല. ഒരു കാരണം പറഞ്ഞത് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വന്നാൽ പിന്നെ മുഅ്ജിസത്ത് പൊളിയിലേന്നാണ്. മുഅ്ജിസത്തുമായി വരുമ്പോൾ ഇത് സിഹ്റർത്ഥം ബാധിച്ചാൽ അല്ലാതെ എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ട് സിഹർ ഉണ്ടാകാൻ പറ്റൂല. അതെന്ന് ഓലവാദം. ഇത് അതിനപ്പുറത്തേക്കാണ്. സിഹറിന് യാഥാർത്ഥ്യം വിശ്വസിച്ചാൽ ശിർക്കാണ്, അത് മുശ്രിക്കാണ് എന്നാണ് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരി 7 പ്രാവശ്യമാണ് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. 7 പ്രാവശ്യം. ഇമാം മുസ്ലിം ഉദ്ധരിച്ചു, ഇമാം മാലിക് ഉദ്ധരിച്ചു, ഇമാം അഹ്മദ് ഉദ്ധരിച്ചു. ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ അത് ഉദ്ധരിച്ചു. ഈ ഉള്ളതിനെ ഉള്ളതുപോലെ പറഞ്ഞതിനാണ് ജിന്നിന്റെ ആൾക്കാരാണ്, സിഹറിന്റെ ആൾക്കാരാണ്, അന്ധവിശ്വാസത്തിന്റെ ആളുകളാണ്, സമൂഹത്തെ വീണ്ടും അന്ധവിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായി പല ആളുകളും രംഗത്ത് വരുന്നത്. ഒരു മുജാഹിദുകാരനും സിഹറിന്റെ പിന്നാലെ പോകൂല എന്ന് ഉറപ്പാണ്. സിഹർ ചെയ്യാനും പോകൂല, ചെയ്യിക്കാനും പോകൂല, സിഹറിനെ സിഹർ കൊണ്ട് ബാത്തിലാക്കാനും പോകൂല. നീ സിഹർ ഏറ്റാ പോലും പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചും റബ്ബിനെ കൂടുതൽ അടുത്തും തൗഹീദ് ഉറപ്പിച്ചും ദിക്റും ദുആയും വർദ്ധിപ്പിച്ചും തഖ്വ വർദ്ധിപ്പിച്ചും ഒക്കെ രക്ഷപ്പെടാനുള്ള മാർഗം സ്വീകരിക്കുക എന്നല്ലാതെ തെറ്റായ വഴിക്ക് പോകൂല. നബി ഞങ്ങൾ സ്വീകരിച്ച മാർഗം അതാണ്. ഫലഖുന്നാസും ചൊല്ലി ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചു കൊടുത്തു. അള്ളാഹു പഠിപ്പിച്ച വഴികളെ സ്വീകരിച്ചു. അതാണ് നബി ഞങ്ങളുടെ മാതൃക. എന്നു മാത്രമല്ല ഇമാം ബൈഹഖിയുടെ ദലായിലുൻ നുബുവ്വ എന്ന ഗ്രന്ഥം പ്രവാചകത്വത്തിന് ദലീലായിക്കൊണ്ട് പറയാവുന്ന ഹദീസുകളെ മാത്രം ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ദലായിലുൻ നുബുവ്വ. ആ കിതാബിൽ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി നബിതങ്ങൾ നബിയാണ് എന്ന് തെളിവായിട്ടാണ് ഈ സംഭവം എടുത്തത്. നബിക്കെതിരെ ജൂതന്മാർ സിഹർ ചെയ്തു. ആ സിഹറിന്റെ സ്വാധീനം പ്രവാചകർക്കുണ്ടായി എന്നത് നബിയാണ് എന്നതിന്റെ അടയാളമാകുന്നു. അതെങ്ങനെയാ? മക്കത്തെ മുശ്രിക്കിന്റെ വാദം, എതിരാളികളുടെ വാദം നബിതങ്ങൾ സാഹിറാണ് എന്നാണ്. ഇത് നബിയല്ല, ഇത് സാഹിറാണ്, മാന്ത്രികനാണ്, മായാജാലക്കാരനാണ്, സിഹർ ചെയ്യുന്ന ആളാണ് എന്ന വാദം. എങ്കിൽ സാഹിറിന് സിഹർ ഏൽക്കൂല. സാഹിർ ശൈത്താന്റെ ഏജന്റാണ്. സാഹിർ ശൈത്താന്റെ ഏജന്റാണ്. അവർ സാഹിറിന് സിഹർ ഏൽക്കുകയില്ല. അവർ നബിയെ കുറിച്ച് പറയുന്നു നബി സാഹിറാണ്. അവർ തന്നെ സമ്മതിക്കുന്നു നബിക്ക് സിഹർ ബാധിച്ചു. അപ്പോൾ ഉറപ്പായി നബി സാഹിറല്ല. സാഹിർ അല്ലെങ്കിൽ പിന്നെന്താ? നബിയാണ്. അപ്പൊ നബിതങ്ങൾ നബിയാണ് എന്നതിന് പ്രവാചകത്വത്തിന്റെ തെളിവാണ് ഈ സംഭവം എന്ന നിലക്ക് ഇമാം ബൈഹഖി ദലായിലുൻ നുബുവ്വ, നുബുവ്വത്തിന്റെ ദലീലുകൾ എന്ന കിതാബിൽ ദലീലായിക്കൊണ്ടാണ് ഈ സിഹറിന്റെ ഹദീസ് അദ്ദേഹം എടുത്തു കൊടുത്തത്. നമുക്കോ അത് പറഞ്ഞ അന്ധവിശ്വാസിയായി, ഓൻ ജിന്നിന്റെ ആളായി, ഓൻ ജിന്നുവാദിയായി, ഓന് അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനായി എന്നൊക്കെയുള്ള ആരോപണം. അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റോ ഇല്ല എന്ന ചർച്ച ഇവിടെ തുടങ്ങി എന്നാണ് ബഹുമാന്യനായ ഇവിടുത്തെ നമ്മളെ പഴയ പ്രസിഡന്റ് അദ്ദേഹം പോലും പ്രസംഗിച്ചത്.
ഇല്ല, നമ്മൾ ആരും അത് ചർച്ച തന്നെയില്ല. ടി പി അബ്ദുൽ മദനിയോട് എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയാനുള്ളത്, ഇല്ല സാർ, അങ്ങനത്തെ ചർച്ചയേ ഇല്ല. ഒന്നുകിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, അല്ലെങ്കിൽ താങ്കൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അങ്ങനെ ഇല്ല. ഒരു മുജാഹിദിന്റെ ചർച്ചയില്ല. റബ്ബല്ലാത്തവർ തേടാൻ പറ്റുമോ ഇല്ലേ, ജിന്നിനെ വിളിക്കാൻ പറ്റുമോ ഇല്ലേ, എവിടെങ്കിലും പെട്ട ജിന്നിനെ വിളിച്ചു നോക്കിയാലോ ഇല്ലേ, അങ്ങനത്തെ ചർച്ച പോലുമില്ല. ഒരു മുജാഹിദുകാരനും തല പോയാൽ പോലും യാ അല്ലാ എന്നല്ലാത്ത ഒരു വിളി ഒരിക്കലും ഉണ്ടാവില്ല. ഉണ്ടാകുന്ന പോയിട്ട് ആരോഗ്യം കൂടില്ല. പിന്നല്ലേ തല പോകുന്നു പറഞ്ഞാലും തലാണ്ട് പൊയ്ക്കോട്ടേക്കെന്നല്ലാതെ അവിടെ പിന്നെ യാ അല്ല വിട്ട് അതിനപ്പുറത്തൊരു വിളി അതുണ്ടാവില്ല. അത് ശിർക്കിന്റെ ആളുകളെ ഉണ്ടാവുള്ളൂ. ഖുറാഫാത്തിന്റെ അഹ്ലുകാർക്ക് ആ മനസ്സ് വരികയുള്ളൂ. തൗഹീദ് പഠിച്ച അല്ലാഹുവിനെ ബോധ്യമുള്ള മുവഹിദായ മുജാഹിദായ ഒരു മനുഷ്യന് എന്ത് പ്രതിസന്ധി ഘട്ടം വന്നാലും ശരി അല്ലാഹ് എന്നല്ലാത്തൊരു വിളി ഒരിക്കലും ഉണ്ടാവില്ല. ഞങ്ങളാരും അൽഹംദുലില്ലാഹ് ജീവിതത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഘട്ടത്തിൽ റബ്ബിനോടല്ലാത്തൊരു വിളി നടത്തിയിട്ടില്ല. മുജാഹിദായതിനു ശേഷം അങ്ങനത്തെ ഒരു വശത്തേക്ക് ആലോചന പോലും പോയിട്ടില്ല. ഞങ്ങൾക്ക് നാടും വീടും വിട്ടിറങ്ങിപ്പോന്ന മനുഷ്യന്മാരാ ഈ ആദർശത്തിന്റെ പേരിൽ. തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നവരാണ്, വീടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. പതിറ്റാണ്ടുകൾ മാതാപിതാക്കളെ പോലും കാണാൻ കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഞാനൊക്കെ. എന്തിന്? അള്ളാഹിനോട് തേടുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചത്. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് ജിന്നൂർ തേടുകയാണെങ്കിൽ എന്നെക്കാളും വല്ല പോയത്തേക്കാൻ വേറെ ആരാണ്ടാവുക? ഇല്ല സഹോദരൻ, അങ്ങനത്തെ ഒന്നുമില്ല. അതുകൊണ്ട് ആ വക ദുരാരോപണങ്ങൾ, ആ വക വ്യാജ പ്രചാരണങ്ങൾ അവസാനിപ്പിക്ക്. റമദാൻ മാസമാണ് വരുന്നത്. ഇല്ല കഥകളെ പറഞ്ഞ് ഇങ്ങനത്തെ ദുരാരോപണം ഉന്നയിച്ച് വെറുതെ സമയം കളയേണ്ടതില്ല, ആയുസ് കളയേണ്ടതില്ല, ഊർജവും സമ്പത്തും പാഴാക്കേണ്ടതില്ല. തൗഹീദിന്റെ ആളുകളെ തൗഹീദിന്റെ വഴിയിൽ തന്നെ ഉറച്ചു നിർത്തുക. സ്ഥിരപ്പെട്ട ഹദീസുകളെ, സ്ഥിരപ്പെട്ട പ്രമാണങ്ങളെ എല്ലാം സ്വീകരിക്കാനുള്ള മനസ്സ്, അതാണ് മുജാഹിദിന്റെ മനസ്സ്. അവിടെ അർഹതയില്ലാത്ത പലരെയും ഐക്യത്തിന്റെ പേരും പറഞ്ഞ് തിരികെ കയറ്റി കൊണ്ടുവന്ന് മിമ്പർ പോലും ഓഹരി വെച്ച് സ്ഥാനമാനങ്ങൾ ഓഹരി വെച്ചപ്പോൾ പല ഹദീസുകളും അന്ധവിശ്വാസമായി മാറി, സ്ഥിരപ്പെട്ട പലതും അസ്വീകാരയോഗ്യമായി മാറി. ഇമാം ബുഖാരി, മുസ്ലിം അടക്കം ഇമാമല്ലാത്തവരാണ് എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ ഇതാണ് പരിഹരിക്കേണ്ടത്, അതാണ് ചികിത്സിക്കേണ്ടത്. അതുകൊണ്ട് തൗഹീദിന്റെ വഴിയിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ശിർക്കിനെതിരെ, ഖുറാഫാത്തുകൾക്കെതിരെ, ബിദ്അത്തുകൾക്കെതിരെ ശക്തമായ പ്രബോധനവുമായി വിസ്തം ഓർഗനൈസേഷൻ മുന്നോട്ട് പോകുന്നു. ആ വഴിയിൽ നമുക്ക് പ്രമാണങ്ങളെ പിറകിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാം. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം കബൂലാക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലയും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.